യാതൊരുവിധ അടിസ്ഥാന സൗകര്യങ്ങളും ഇല്ലാത്ത കോളേജുകൾക്കൊക്കെയാണ് ഉമ്മൻചാണ്ടി സർക്കാർ അനുമതി നൽകിയിരുന്നത്. ഈ അന്ധവിശ്വാസ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് കൊറോണയുടെ സമയത്ത് ഗോമൂത്രം കുടിക്കുക, ചാണകം കഴിക്കുക, അതൊക്കെയാണ് പ്രതിവിധി എന്ന് പറയുക. ഇപ്പോഴത്തെ ഗവർണർ മുൻ ഗവർണറെ അപേക്ഷിച്ച് കാര്യങ്ങൾ കുറച്ചും കൂടി സമചിത്തതയോടെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നിയത്. ഞാൻ പോടച്ചെറുക്കാന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത്. അത് പച്ചക്കള്ളാണ്. ആശമാരോട് ഏറ്റവും അധികം ചേർന്ന് നിന്നിട്ടുള്ളത് ലെഫ്റ്റ് തന്നെയാണ്. അപ്പോൾ തിയറി ഓഫ് എവല്യൂഷൻ പഠിപ്പിക്കേണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ എങ്ങനെ പഠിപ്പിക്കുക? വിരാട് പുരുഷനിന്നാണ് ഉണ്ടായതെന്നാവും പഠിപ്പിക്കണം. മുഖ്യമന്ത്രിയെ ക്രിമിനൽ എന്ന് വിളിക്കുക, എന്നെ ക്രിമിനൽ എന്ന് വിളിക്കുക. ഈ പുരുഷ മേധാവിത്വപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ സ്വാഭാവികമായിട്ടും നമ്മുടെ സഖാക്കളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകാം. കഴിഞ്ഞൊരാഴ്ച വളരെ ഹെക്ടിക്കായ ഒരാഴ്ചയാണ്. വളരെ രണ്ട് മന്ത്രിസഭകൾ, അതായത് രണ്ട് പോർട്ട്ഫോളിയോസിലെ എസ്പെഷ്യലി ഹയർ എഡ്യൂക്കേഷനിൽ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ബില്ല്, യൂണിവേഴ്സിറ്റി അമെൻഡ്മെൻറ്റ് ബില്ല്, പിന്നെ നമ്മുടെ സോഷ്യൽ ജസ്റ്റിസിലുള്ള വയോജന കമ്മീഷൻ്റെ ബില്ല്. ഈ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിന് ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു വലിയ പോളിസി ഷിഫ്റ്റാണ്. കുറേ കാലത്തിന് ശേഷം നമ്മൾ ഇങ്ങനെ ഒരു റിഫോം കൊണ്ടുവരികയാണ്. അപ്പോൾ അതിന് പറയുന്ന മറ്റൊരു വശം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പബ്ലിക് യൂണിവേഴ്സിറ്റീസും ഉണ്ട്, സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസും. അപ്പോൾ ഇതൊരു കോമ്പറ്റീറ്റീവ് ഒരു ഫീൽഡിലേക്ക് മാറുമ്പോഴത്തേക്ക് നമ്മുടെ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസിന് അവരുമായിട്ട് കോപ്പി ചെയ്ത് നിൽക്കാൻ പറ്റുമെന്നുള്ളൊരു ആശങ്കകളുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് നമുക്ക് പറയാനുള്ളത്? ഈ നിയമസഭാ സമ്മേളനത്തിൽ വയോജന കമ്മീഷൻ ബില്ലും സ്വകാര്യ സർവകലാശാല ബില്ലും മാത്രമല്ല അവതരിപ്പിച്ചത്. കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള എല്ലാ സർവകലാശാലകളുടെയും നിലവിലുള്ള നിയമം കാലാനുസാരിയായി പരിഷ്കരിക്കുന്ന ഒരു ബില്ല് കൂടി അവതരിപ്പിച്ചിരുന്നു. വളരെ ദശാബ്ദങ്ങൾക്ക് മുൻപ് തയ്യാറാക്കിയ ചട്ടങ്ങളും നിയമങ്ങളും ഒക്കെയാണ് സർവകലാശാലയിൽ നിലനിൽക്കുന്നത്. ഇന്നിപ്പോൾ 21-ാം നൂറ്റാണ്ടിലെ ആദ്യപാദം പിന്നിടുമ്പോഴേക്കും അവ വളരെ കാലഹരണപ്പെട്ട നിലയിലായിരിക്കുകയാണ്. മാത്രമല്ല, ഇപ്പോൾ വളരെ സമഗ്രമായ കാഴ്ചപ്പാടോടുകൂടി ഗ്ലോബൽ സ്റ്റാൻഡേർഡ്സിൽ ഒരു 4 ഇയർ UG പ്രോഗ്രാം നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ചരിത്രത്തിൽ ആദ്യമായിട്ട് ഹയർ എഡ്യൂക്കേഷന് വേണ്ടി കേരളത്തിൽ ഒരു സമഗ്ര കരിക്കുലം ഫ്രെയിംവർക്ക് തയ്യാറാക്കിയ ശേഷമാണ് അതിനെ ആധാരമാക്കി 4 ഇയർ UG പ്രോഗ്രാം ആരംഭിച്ചത്. തൊഴിലും വിദ്യാഭ്യാസവും തമ്മിലുള്ള വിടവ് നികത്താൻ കഴിയുന്ന വിധത്തിലും ഡിഗ്രി തലം മുതൽ ഗവേഷണോന്മുഖമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ സാധിക്കുന്ന വിധത്തിലുമാണ് ആ പ്രോഗ്രാം ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പുതിയ ഒട്ടേറെ സംവിധാനങ്ങൾ നമ്മുടെ കലാലയങ്ങളിലും സർവകലാശാലകളിലും ഉയർന്നു വന്നിട്ടുണ്ട്. ഒരു പാരഡൈം ഷിഫ്റ്റ് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് പുതുതായി ഉയർന്നു വരുന്ന നിരവധി സംവിധാനങ്ങളുണ്ട്. IQAC, ഇൻറ്റേർണൽ ക്വാളിറ്റി അഷുറൻസ് സെല്ല്, റിസർച്ച് പാർക്കുകൾ, റിസർച്ച് കൗൺസിൽ, കോൺസ്റ്റിറ്റ്യൂവൻ്റ് കോളേജുകൾ, അതുപോലെ KREAP എന്ന പേരിലൊരു എൻ്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിങ്ങിൻ്റെ ഒരു സംവിധാനം. ഇതൊക്കെ ഉൾക്കൊള്ളുന്ന തരത്തിലാണ് ഇപ്പോൾ നമ്മൾ കാലാനുസൃത പരിഷ്കാരങ്ങൾ നിലവിലുള്ള പൊതു സർവകലാശാലകളുടെ നിയമവുമായി ബന്ധപ്പെട്ട് വരുത്തിയിട്ടുള്ളത്. ഈ സർക്കാരിൻ്റെ പ്രയോറിറ്റി മേഖലയാണ് ഉന്നത വിദ്യാഭ്യാസ മേഖല. നവകേരള സൃഷ്ടിയുമായി ബന്ധപ്പെട്ട് സർക്കാർ ഏറ്റെടുത്തിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്തമാണ് കേരളത്തെ ഒരു നവവൈജ്ഞാനിക സമൂഹമാക്കി രൂപപ്പെടുത്തുമെന്നുള്ളത്. നോളജ് സൊസൈറ്റി എന്ന് പറയുമ്പോൾ മറ്റ് വികസിത രാജ്യങ്ങളിലെല്ലാം നോളജ് സൊസൈറ്റി എന്നുള്ള ആശയം ഇന്ന് ഏറ്റെടുക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കേരളം എക്കാലത്തും മാതൃകാപരമായ ബദലുകൾ അവതരിപ്പിച്ചിട്ടുള്ള ഒരു സംസ്ഥാനം എന്നുള്ള നിലയ്ക്ക് നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന വൈജ്ഞാനിക സമൂഹം എന്ന മാതൃകയും ഒരു ബദൽ മാതൃകയാണ്. ഒരു ജനപക്ഷ വൈജ്ഞാനിക സമൂഹം എന്നുള്ളതിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ ഏത് സ്വകാര്യ സർവകലാശാല വന്നാലും നമ്മുടെ പൊതു സർവകലാശാലകൾക്ക് അതിനെ നേരിടാനുള്ള കരുത്തുണ്ട് എന്ന് ഉറപ്പാക്കിക്കൊണ്ട് തന്നെയാണ് നമ്മൾ സ്വകാര്യ മേഖലയുടെ സാധ്യത കൂടി
ഈ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന വിധത്തിൽ ഒരു ബില്ല് അവതരിപ്പിച്ചിട്ടുള്ളത്. ഈ സ്വകാര്യ സർവകലാശാല വരുമ്പോൾ നമ്മൾ കാണുന്ന അഡ്വാൻറ്റേജ് എന്താണ്? കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുമെന്നുള്ളതാണ്? കൂടുതൽ പരമാവധി അവസരങ്ങൾ നമ്മുടെ നാട്ടിൽ തന്നെ സൃഷ്ടിക്കുക എന്നുള്ളത് തന്നെയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സഭയ്ക്ക് അകത്തും പുറത്തും പറഞ്ഞിട്ടുള്ള കാര്യമാണ് ലോകോത്തര നിലവാരത്തിലുള്ള പഠന സാഹചര്യങ്ങൾ കേരളത്തിൽ കുട്ടികൾക്ക് ഒരുക്കി കൊടുക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ ആഗോളവൽക്കരണത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ രാജ്യങ്ങളുടെ അതിർത്തികളൊക്കെ അസംഗതമാകുന്ന ഒരു കാലമാണ്. കൂടുതൽ എയർലൈൻസ് അവൈലബിൾ ആണ്, കൂടുതൽ എഡ്യൂക്കേഷണൽ ലോണുകൾ അവൈലബിൾ ആണ്. മൈഗ്രേഷൻ്റെ ഒരു ടെൻഡൻസി ഗ്ലോബലി നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഒരു അന്തരീക്ഷത്തിൽ കേരളത്തിലെ മികച്ച പ്രതിഭാശാലികളായിട്ടുള്ള കുട്ടികളൊക്കെ നമ്മുടെ സംസ്ഥാനത്തു നിന്ന് പോകരുത് എന്ന കാഴ്ചപ്പാടോടുകൂടി തന്നെയാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് പ്രഥമ പരിഗണന കൊടുത്തുകൊണ്ടുള്ള ഇടപെടലുകൾ നടത്തിയിട്ടുള്ളത്. ഇപ്പം നമ്മുടെ പൊതു സർവകലാശാലകളും കലാലയങ്ങളും എല്ലാം ശാക്തീകരിക്കുന്ന പ്രക്രിയ അതിസജീവമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ട് തന്നെയാണ് സ്വകാര്യ മൂലധനം ഉപയോഗിച്ചുകൊണ്ട് അടിസ്ഥാന സൗകര്യങ്ങളടക്കം വികസിപ്പിക്കാൻ കഴിയുന്ന ഒരു നില സ്വീകരിക്കുന്നത്. ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, റോബോട്ടിക്സ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഇത്യാദി മേഖലയിലൊക്കെ അനുനിമിഷം മാറ്റങ്ങൾ ഉണ്ടാവുകയാണല്ലോ. അപ്പോൾ അതിനെല്ലാം ഉൾക്കൊണ്ടു പോകാൻ കഴിയുന്ന വിധത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചറും മറ്റ് ക്രമീകരണങ്ങളും വിദ്യാർത്ഥികൾക്ക് വേണ്ടി സജ്ജീകരിക്കണം. പരമാവധി ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പൊതു സർവകലാശാലകളെ ഇന്ന് ഗവൺമെൻറ് സഹായിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിൽ തന്നെയുള്ള വിവിധങ്ങളായിട്ടുള്ള പ്രൈവറ്റ് ഏജൻസികൾക്ക് സാധ്യമാകുന്ന സഹായം ഈ മേഖലയിൽ നമ്മൾ സ്വീകരിക്കുകയാണ്. ഇപ്പം തന്നെ കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖല നോക്കിയാൽ 80% സ്വകാര്യ സ്ഥാപനങ്ങളാണ്. എയ്ഡഡ് ആയതും അൺഎയ്ഡഡ് ആയതുമായ സ്വകാര്യ സ്ഥാപനങ്ങളാണ് ഇപ്പം തന്നെ 80%. 20% മാത്രമാണ് ഗവൺമെൻറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ. അപ്പോൾ ആ നിലയിൽ നോക്കുമ്പോൾ സ്വകാര്യ സർവകലാശാലകൾക്ക് ഇന്നത്തെ ഈ മത്സരാധിഷ്ഠിത ലോകത്ത് ഒരിടം നൽകിക്കൊണ്ട് കൂടുതൽ പരമാവധി അവസരങ്ങൾ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് സർക്കാരിൻ്റെ നിലപാടിൻ്റെ ഒരു കാര്യം. ടീച്ചർ, ഈ സംശയം എന്ന് പറഞ്ഞാൽ ഒരു ആശങ്ക എന്നുള്ള നിലയിൽ പറയുന്നത് ഈ സ്വാശ്രയ കോളേജുകൾ ആൻ്റണിയുടെ കാലത്ത് തുടങ്ങുമ്പോഴത്തേക്ക് അന്ന് സർക്കാരിലുണ്ടായിരുന്ന ഒരു മന്ത്രി പറഞ്ഞത് ഏകദേശം 300 കോടിയോളം രൂപ വിദ്യാർത്ഥികൾ പുറത്തുപോയി പഠിക്കുന്നത് കാരണം കേരളത്തിന് പുറത്തേക്ക് ഒഴുകുകയാണ് എന്ന് പറഞ്ഞാണ് കേരളത്തിൽ കൂണുപോലെ സ്വാശ്രയ കോളേജുകൾ തുടങ്ങിയത്. അപ്പോൾ ഇപ്പം നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു 20 വർഷം പോലും ആയില്ല, തിരിഞ്ഞു നോക്കുമ്പം സ്വാശ്രയ കോളേജുകൾ പലതിലും വിദ്യാർത്ഥികളില്ല. അപ്പോൾ ഇതുപോലെ തന്നെ ഈ അവസ്ഥ ഈ സ്വകാര്യ സർവകലാശാലയുടെ കാര്യത്തിലും ഉണ്ടാകില്ലേ? നമ്മളൊരു ഹോംവർക്ക് ചെയ്തിട്ടുണ്ടോ? ഇല്ലാതാകാനുള്ള ജാഗ്രത ഉണ്ടാവണം. അതിന് ഉത്തരവാദപ്പെട്ട ഭരണ സംവിധാനങ്ങൾക്ക് കമ്മിറ്റ്മെന്റ് ഉണ്ട്. ആ കമ്മിറ്റ്മെന്റ് ഉള്ള സംവിധാനമാണ് ഇടതുപക്ഷം നേതൃത്വം നൽകുന്ന ഭരണ സംവിധാനം. UDFിൻ്റെ പോലെ യാതൊരുവിധ ഉപാധികളും ഇല്ലാതെ ഉപാധിരഹിത അപ്രൂവൽ കൊടുക്കുന്ന സ്ഥിതിയല്ല. ഗുണനിലവാരവും മികവും ഒക്കെ പരിശോധിച്ച് തന്നെ നമുക്ക് അപ്രൂവൽ കൊടുക്കാൻ പറ്റുള്ളൂ. യാതൊരുവിധ അടിസ്ഥാന സൗകര്യങ്ങളും ഇല്ലാത്ത കോളേജുകൾക്കൊക്കെയാണ് ഉമ്മൻചാണ്ടി സർക്കാർ അനുമതി നൽകിയിരുന്നത്. 2 കൈയും വീശിയാണ് അവർക്ക് എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുത്തിരുന്നത്. അത് ശരിയായ രീതിയല്ല. ഈ സ്വാശ്രയ സ്ഥാപനങ്ങളൊക്കെ ആരംഭിക്കുമ്പോൾ അവയ്ക്ക് മാന്യമായ രീതിയിൽ കൃത്യമായ രീതിയിൽ സേവനം നൽകാനുള്ള കെൽപ്പുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. സാധാരണയായിട്ട് നമ്മൾ ആ കാലയളവിലൊക്കെ ഞങ്ങളൊക്കെ പറഞ്ഞിരുന്നതാണ് കോഴിക്കോട് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ കോളേജ് അനുവദിച്ചിരുന്നു എന്നുള്ളത്. അതൊരു യാഥാർത്ഥ്യമാണ്. അങ്ങനെയാണ് അന്ന് ചെയ്തിരുന്നത്. ഒരുവിധ ഉപാധികളും ഇല്ലാതെ ആർക്കും കോളേജുകൾ തുടങ്ങാം എന്നുള്ള സ്ഥിതിയായിരുന്നു. അപ്പോൾ ഇപ്പോൾ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്നുള്ള രീതിയിലാണ് ഗുണനിലവാരമില്ലാത്ത സ്വാശ്രയ സ്ഥാപനങ്ങൾ പൂട്ടിപ്പോകുന്നത്. അതിന് നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമാണ് LDFിൻ്റെ സമീപനം. നല്ല ഗുണനിലവാരം ഉറപ്പാക്കും എന്നുള്ളത് നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ. നമ്മൾ ഈ പുറത്തുപോയി ഞാൻ സംശയങ്ങൾ ചോദിക്കുന്നതാണ്. ഈ പുറത്തുപോയി ഒരാൾ പഠിക്കുന്നത് ഇപ്പം കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നു, അല്ലെന്നുണ്ടെങ്കിൽ വേറൊരു സ്ഥലത്ത് പോയി പഠിക്കുന്നു എന്ന് പറയുന്നത് അതൊരു ബ്രാൻഡിൻ്റെ ഭാഗമാകുന്നതിൻ്റെ ഇതായിട്ടാണ്.
നമ്മൾ ആ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന കേംബ്രിഡ്ജിൽ നിന്ന് വരുന്ന പ്രോഡക്റ്റാണ്. പിന്നെ ആ യൂണിവേഴ്സിറ്റിക്ക് അകത്തുണ്ടാകുന്ന ഒരു അറ്റ്മോസ്ഫിയർ ആ വിദ്യാർത്ഥിയെ ഉരുത്തിരിഞ്ഞു വരുന്നതിൽ വലിയ സഹായകമാകും. അങ്ങനെയുള്ള സർവകലാശാലകളൊന്നും തന്നെ അവരാരും തന്നെ ഓഫ് ഷോർ ക്യാമ്പസ് നടത്തില്ല. അപ്പം പിന്നെ ഇന്ത്യയിൽ തന്നെ ഇത്രയും വലിയ ഏതെങ്കിലും പ്രശസ്തമായ ഒരു യൂണിവേഴ്സിറ്റിയുടെയും ക്യാമ്പസ് ഇന്ത്യയിൽ ഇതുവരെ വന്നിട്ടില്ല. പിന്നെ അല്ലാതെ ഉള്ളതെന്ന് പറഞ്ഞാൽ അസീം പ്രേംജിയുടെ ഉണ്ട്, ജിൻഡാളുണ്ട്. ഇങ്ങനെയൊക്കെ ഉള്ളതെന്ന് പറഞ്ഞാൽ വലിയ ഫണ്ടഡ് ആയിട്ടുള്ള നല്ല ഫെസിലിറ്റി ഉള്ള സർവകലാശാലകളാണ്. അതല്ലാതെയും ഇതുണ്ട്. അപ്പം നമ്മൾ എങ്ങനെയാ സർവൈവ് ചെയ്യുക ഇങ്ങനെ ഒരു വാതിൽ തുറന്നിട്ടിട്ട്? ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ കേംബ്രിഡ്ജും ഓക്സ്ഫോർഡും ഒന്നും ഇവിടെ വരാൻ പോണില്ല. കാരണം ഈ മൈഗ്രേഷൻ വിശദാംശങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, ഓരോ ഈ വികസിത രാജ്യങ്ങളുടെ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട്. ആഗോളവൽക്കരണം സൃഷ്ടിച്ചിട്ടുള്ള എക്കണോമിക് ക്രൈസിസിനെ മറികടക്കാൻ വേണ്ടി അവർ ആസൂത്രണം ചെയ്തിട്ടുള്ള സ്ട്രാറ്റജിയാണ് വിദ്യാഭ്യാസ മേഖലയിലെ ഈ മൂന്നാംകിട സ്ഥാപനങ്ങളിലേക്ക് മറ്റ് അവികസിത രാജ്യങ്ങളിൽ നിന്ന്, വികസ്വര രാജ്യങ്ങളിൽ നിന്ന് വിദ്യാർത്ഥികളെ ക്ഷണിച്ചു കൊണ്ടുവരിക എന്നുള്ളത്. ആ പ്രക്രിയ കുറേ കാലം നടന്നു. ഇപ്പോൾ അതിനൊരു റിവേഴ്സലാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ അവരുടെ സാമ്പത്തിക പ്രതിസന്ധിക്കുള്ള പ്രതിവിധിയായിട്ടാണ് ഈ വിദ്യാഭ്യാസ കച്ചവടം അവർ നടത്താൻ തയ്യാറായത്. അത് തിരിച്ചറിയാതെ നമ്മുടെ കുറേ കുട്ടികൾ ആ ചതിക്കണിയിൽ വീണു പോവുകയാണ്. കേംബ്രിഡ്ജിലേക്കും ഓക്സ്ഫോർഡിലേക്കും അല്ല കേരളത്തിലെ ബഹുഭൂരിപക്ഷം വിദ്യാർത്ഥികൾ പോകുന്നത്. ധിഷണാശാലികളായിട്ടുള്ള കുട്ടികൾ കേംബ്രിഡ്ജിലും ഓക്സ്ഫോർഡിലും ഒക്കെ പോകുന്നുണ്ടാവും. അത് പണ്ടും പോയിട്ടുണ്ട് കേരളത്തിൽ നിന്ന് ഉണ്ടല്ലോ. അപ്പോൾ ഇപ്പോൾ കുറേ പേര് പോകുന്നത് പലർക്കും നമ്മുടെ കേരളത്തിലെ മികച്ച ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സീറ്റൊക്കെ ലഭിക്കാത്ത പശ്ചാത്തലത്തിലും കൂടിയാണ്. പിന്നെ മറ്റൊരു കാര്യം, നമ്മുടെ കേരളീയ സമൂഹത്തിൽ, ഇന്ത്യയിൽ പൊതുവെ അനുഭവപ്പെടുന്ന ഒരു വീർപ്പുമുട്ടലുണ്ട് പുതിയ തലമുറയ്ക്ക്. കാരണം ഈ പഴയ കാലഹരണപ്പെട്ട മൂല്യസഞ്ചയങ്ങളൊക്കെ ഇവിടെ കട്ടകെട്ടി നിൽക്കുന്നുണ്ട്. ഇപ്പോഴും ഈ ജന്മിത്വത്തിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ഒഴിവാക്കാനാവാത്ത വിധത്തിലൂടെ ഇപ്പോഴും തങ്ങി നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. ഈ നമ്മുടെ മൂല്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അതുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ പുതിയ തലമുറ അവർ ഈ ദൃശ്യമാധ്യമങ്ങളിൽ കൂടെയൊക്കെ മറ്റ് രാജ്യങ്ങളിലെ ജീവിതം കണ്ട് അതിൻ്റെ ആഡംബര വശം മാത്രമേ അവർ കാണുന്നുള്ളൂ. അതിൻ്റെ മർദ്ദകമായ വശങ്ങളൊന്നും അവർ കാണുന്നില്ല. അപ്പം അതുകൊണ്ട് അത് കണ്ട് അതിൽ അഭിരമിക്കുന്ന ഒരു കൂട്ടരുണ്ട്. അത് മാത്രമല്ല, മാതാപിതാക്കളും പൊതുസമൂഹവും ഒക്കെ അടിച്ചേൽപ്പിക്കുന്ന ചില വിലക്കുകളും ഒക്കെ വലിച്ചെറിയണം എന്ന് ആഗ്രഹിക്കുന്ന കൂട്ടരും വിദേശങ്ങളിലേക്ക് പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ വിദേശങ്ങളിലേക്ക് കുട്ടികൾ ചേക്കേറുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അപ്പോൾ ഇപ്പോഴാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു റിവേഴ്സൽ പ്രക്രിയയാണ്. അത് കുറച്ച് നമുക്ക് ശുഭവിശ്വാസം ഉണ്ടാക്കുന്ന കാര്യം കൂടിയാണ്. പിന്നെ കേരളത്തിൽ റിവേഴ്സൽ മൈഗ്രേഷനിലായി കുട്ടികളുടെ അതിൻ്റെ കണക്ക് കുറഞ്ഞിട്ടുണ്ടല്ലോ. ഇപ്പം നമ്മുടെ കേരളത്തിൽ 13.5 ലക്ഷം വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ. അവർക്ക് വേണ്ടുന്ന എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ കാണുന്നതായ കാര്യം. പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഉൾപ്പെടെ മെച്ചപ്പെടുത്തുകയും അക്കാദമിക് ക്വാളിറ്റി വർദ്ധിപ്പിക്കുകയൊക്കെ ചെയ്ത് നമ്മുടെ കുട്ടികളെ ഇവിടെ നിർത്തണോടൊപ്പം തന്നെ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള കുട്ടികളെ കൂടി ഇങ്ങോട്ട് ആകർഷിക്കണം എന്ന നിലയിലാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിരന്തരം ഞങ്ങളോട് സംസാരിക്കുന്നത്. അതായത് ഇപ്പം തന്നെ വിദേശ വിദ്യാർത്ഥികളുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട് കേരളത്തിൽ. ഇൻ്റർനാഷണൽ ഹോസ്റ്റലുകൾ കൂടി തയ്യാറാക്കുകയാണ് നമ്മൾ. 2 വർഷം മുമ്പ് ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു കിഫ്ബി പദ്ധതിയിൽ പെടുത്തിയിട്ട്. അപ്പോൾ 250 ഹോസ്റ്റൽ മുറികൾ ഓരോ സർവകലാശാലയിലും പുതുതായിട്ട് തയ്യാറാവും. അതിൽ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സിലുള്ള ഫെസിലിറ്റീസ് അടക്കമുണ്ട്. അപ്പോൾ ആ നിലയിൽ വലിയൊരു മാറ്റത്തിലേക്ക് തന്നെ നമ്മൾ മൂവ് ചെയ്യാണ്. ഈ സർവകലാശാലകൾ, ഈ വിദേശ സർവകലാശാലകളിൽ നമുക്ക് ടീച്ചർക്ക് പറയാം, വിദേശ സർവകലാശാലകളെ നമ്മൾ ഇതിൽ പെടുത്തിയിട്ടില്ല കേട്ടോ. നമ്മൾ അവതരിപ്പിച്ച ഈ ബില്ലിൽ, സ്വകാര്യ സർവകലാശാലകളുടെ ബില്ലിൽ വിദേശ സർവകലാശാലകളില്ല. ഇന്ത്യയിലെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി, ഇന്ത്യയിലെ പ്രധാനമായിട്ടും കേരളത്തിലെ തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കേരളത്തിൽ പ്രവാസികളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവരുടെയൊക്കെ സാധ്യതകൾ നമുക്ക് വിനിയോഗിക്കാം. ഇന്ത്യയിൽ തന്നെ
നല്ല പ്രശസ്തിയുള്ള നല്ല നിലയിൽ അക്കാദമിക് സാഹചര്യങ്ങൾ കുട്ടികൾക്ക് ഉറപ്പ് കൊടുക്കുന്ന സർവകലാശാലകളുണ്ട്. ഈ ജിൻഡാൽ, അശോക തുടങ്ങിയതൊക്കെ ഉണ്ടല്ലോ, അവര് ആരെങ്കിലും നമ്മളോട് അങ്ങനെ നമ്മളോട് ആരും താല്പര്യമൊന്നും പ്രകടിപ്പിച്ചിട്ടില്ല. നമ്മൾ ആരംഭിക്കണല്ലേ ഉള്ളൂ ആ പ്രക്രിയ. ബില്ല് പാസ്സായി, ഇനി അതിനുള്ള പ്രൊസീജിയേഴ്സ് ഒക്കെ കഴിഞ്ഞിട്ടല്ലേ നമ്മൾ സൈറ്റിലൊക്കെ ക്രമീകരണങ്ങൾ ഉണ്ടാക്കണമല്ലോ, അപേക്ഷയൊക്കെ ക്ഷണിക്കാനൊക്കെ. അതിലേക്ക് പ്രവേശിച്ചിട്ടില്ല. അടുത്ത അക്കാദമിക് വർഷത്തിന് മുൻപ് അതിനെക്കുറിച്ചൊരു ഐഡിയ ഉണ്ടാവും. ഒന്നുകിൽ അടുത്ത വർഷം, അതല്ലെങ്കിൽ അതിൻ്റെ അടുത്ത വർഷം. അക്കാദമിക് വർഷത്തിൻ്റെ ആരംഭത്തിൽ വേണ്ടി വരുമല്ലോ. അപ്പോൾ അത് ഉണ്ടാകുമെന്ന് കരുതുകയാണ്. അപ്പോൾ ഈ നിലവിലുള്ള ഈ പബ്ലിക് യൂണിവേഴ്സിറ്റികളുണ്ട്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് ടീച്ചർ, അത് പുലർത്തുന്ന ഒരു നിലവാരത്തെ പറ്റി ടീച്ചർ പറഞ്ഞു. ഈ യാതൊരു നിലവാരമൊന്നും ഇല്ലാതെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ വരിക എന്നുള്ളതിന് അതിനെ നമുക്ക് മോണിറ്റർ ചെയ്യാൻ യാതൊരു നിലവാരവും ഇല്ലാതെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ വരേണ്ട കാര്യമില്ല. അത് എന്ത് കാര്യം? അത് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ ആ ബില്ലിനകത്ത്. അതായത് അതിൻ്റെ കൂടെ, അപേക്ഷയുടെ കൂടെ വിശദമായിട്ടുള്ള ഒരു DPR സമർപ്പിക്കാൻ പറയുന്നുണ്ട്. അതുപോലെ അവരുടെ അക്കാദമിക് സാധ്യതകൾ, അധ്യാപകർ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും അവർക്ക് ഈ മേഖലയിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും പശ്ചാത്തലമായിട്ട് നൽകണം. അപ്പോൾ ആ നിലയിൽ വളരെ വിശദമായിട്ടുള്ള ഒരു റിപ്പോർട്ട് ഇതിനെ അക്കമ്പനി ചെയ്യണം അപേക്ഷയെ. ആ റിപ്പോർട്ട് പരിശോധിച്ച് ഈ ഏജൻസിയുടെ ക്രെഡിബിലിറ്റിയും അവരുടെ സാധ്യതകളും അവരുടെ പൊട്ടൻഷ്യലും ഒക്കെ വിദഗ്ധർ പരിശോധിച്ചിട്ടേ അനുമതി കൊടുക്കുള്ളൂ. ഒരു വിദഗ്ധ സമിതി പരിശോധിക്കും എന്ന് ബില്ലിൽ പറയുന്നുണ്ട്. എന്തായാലും ഇടതുപക്ഷ ഭരണമുള്ള കാലത്ത് ഗുണനിലവാരമുള്ള സ്വകാര്യ സർവകലാശാലയെ ഇവിടെ പ്രവർത്തിക്കുകയുള്ളൂ. ഈ ഗവൺമെന്റിന്റെ കാലയളവിൽ അത് വരുമോ? ഈ ഗവൺമെന്റിന്റെ കാലയളവിൽ അടുത്ത വർഷം വരികയാണെങ്കിൽ, ഈ വർഷം മറ്റ് സാങ്കേതികമായ കാര്യങ്ങൾ പൂർത്തീകരിക്കുകയാണെങ്കിൽ, അക്കാദമിക് ഇയറിന് മുമ്പ് പൂർത്തീകരിക്കുകയാണെങ്കിൽ ഈ ഗവൺമെന്റിന്റെ കാലത്ത് വരും. അല്ല, കുറച്ച് കഴിഞ്ഞ് ഡിസംബറൊക്കെ ആവുമെങ്കിൽ നമുക്ക് അടുത്ത വർഷമേ ആരംഭിക്കാൻ പറ്റൂ. അപ്പൊ അടുത്ത ഗവൺമെന്റിന്റെ കാലത്തെ തുടങ്ങാം. ഇടതുപക്ഷത്തിന്റെ സമയത്ത് സ്വകാര്യ സർവകലാശാല നന്നായിട്ട് പ്രവർത്തിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ അത് തന്നെയാണ് ഈ കോൺസ്റ്റന്റ് ആയിട്ട് കേൾക്കുന്ന ക്രിറ്റിസിസം. ഇടതുപക്ഷം ഒരു സമയത്ത് എതിർത്തിരുന്നതാണ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിന് അല്ലെങ്കിൽ പ്രൈവറ്റ് എഡ്യൂക്കേഷൻ. പക്ഷേ ഇപ്പോൾ ഇടതുപക്ഷം ഈ വശത്തേക്ക് വരുന്നു. അപ്പൊ കുറച്ചൊന്ന് ലേറ്റ് ആയി പോയോ നമ്മൾ ഈ കാര്യം? അങ്ങനെ പറയാൻ പറ്റില്ലെന്നേ, അതന്നെയാണ് ഞാൻ പറഞ്ഞത്. UDF ഈ സ്വകാര്യ സർവകലാശാല, വിദേശ സർവകലാശാലകളൊന്നും അവർ പറയുന്ന സമയത്ത് അവര് വളരെ ഒട്ടും മര്യാദയില്ലാത്ത വിധത്തിലാണ് നമ്മുടെ പൊതു സർവകലാശാലകളെ കൈകാര്യം ചെയ്തിരുന്നത്. അവ തച്ച് തകർക്കുന്ന പ്രവർത്തനമാണ് UDF ചെയ്തത്. വൈസ് ചാൻസലർമാരൊക്കെ ആയിട്ട് ആ കാലത്ത് നിയോഗിക്കപ്പെട്ട ആളുകൾ ആ ഉത്തരവാദിത്വം നിറവേറ്റാൻ മാത്രം അനുഭവ സമ്പന്നരോ അല്ലെങ്കിൽ അക്കാദമിക മേന്മയുള്ളവരോ ഒന്നും ആയിരുന്നില്ല. പരിശോധിച്ചാൽ അറിയാം. ഒരു DCC പ്രസിഡന്റ് പോലും വൈസ് ചാൻസലർ ആയിരുന്നു ആ കാലത്ത്. മറ്റൊരാൾ കോടതി വിധി കാരണം ക്വാളിഫിക്കേഷൻ ഇല്ലാത്തതിൻ്റെ പേരിൽ പുറത്തു പോകേണ്ടി വന്നു. എന്നാൽ ഇടതുപക്ഷം നിയോഗിച്ച, ആ കാലഘട്ടത്തിൽ നിയോഗിച്ച, സെർച്ച് കമ്മിറ്റിയൊക്കെയാണല്ലോ നിയോഗിക്കണത്, പക്ഷെ ആ കാലഘട്ടത്തിൽ നിയോഗിച്ചിട്ടുള്ള വൈസ് ചാൻസലർമാരൊക്കെ വളരെ ഉന്നതമായിട്ടുള്ള അക്കാഡമിക് ക്രെഡൻഷ്യൽസ് ഉള്ള ആൾക്കാരാണ്. ആർക്കും നിഷേധിക്കാൻ പറ്റില്ല. അത് തന്നെയല്ല, ഞാൻ പറഞ്ഞു വന്നത്, UDF ഭരിക്കുന്ന കാലത്ത് കണ്ടമാനം വലിയ അവഗണനയാണ് നമ്മുടെ പൊതുസ്ഥാപനങ്ങളോട് കാണിച്ചത്. പരീക്ഷകളൊന്നും സമയത്തിന് നടത്തിയാൽ റിസൾട്ട് സമയത്തിന് പബ്ലിഷ് ചെയ്യുക ഒന്നും ചെയ്യാറില്ല. വലിയ രീതിയിലുള്ള അവഗണനയാണ് ആ സ്ഥാപനങ്ങളോട് കാണിച്ചിരുന്നത്. അപ്പോൾ ആ നിലയിൽ സ്വകാര്യവൽക്കരണത്തിലേക്ക് അതിദ്രുതം പോവുകയാണ് ചെയ്തത്. അതായത് ഈ പൊതു സർവകലാശാലകളെയും പൊതു സ്ഥാപനങ്ങളെയും തച്ച് തകർത്ത് ആ ഇടത്തേക്ക് സ്വകാര്യ മൂലധനത്തിനെ ഇഷ്ടം പോലെ നിർബാധം അനുവദിക്കുക എന്നുള്ളതാണ് അവർ ചെയ്തത്. പക്ഷേ നമ്മുടെ നിലപാട് അതല്ല. ശക്തമായിട്ടുള്ള സാമൂഹ്യ നിയന്ത്രണങ്ങളോടെ, സാമൂഹ്യ ജാഗ്രതയോടെ മാത്രമേ അത്യന്താപേക്ഷിതമായ മേഖലകളിൽ സ്വകാര്യ മൂലധനത്തെ അനുവദിക്കാനാവൂ എന്നുള്ള നിലപാട് തന്നെ. നമ്മളിങ്ങനെ സ്റ്റിപ്പുലേറ്റ് ചെയ്യുന്ന കടുത്ത മാനദണ്ഡങ്ങളുണ്ടല്ലോ, നമ്മുടെ ബില്ലിൽ പറയുന്ന ഒരുപാട് മാനദണ്ഡങ്ങളുണ്ട്. ഇതൊക്കെ അംഗീകരിച്ചുകൊണ്ട് ഒരു സ്വകാര്യ മൂലധനം വരും. അതൊക്കെ അംഗീകരിച്ചിട്ട് വന്നാൽ മതി എന്ന് വെച്ചിട്ട് തന്നെയാണ് അത് ഉണ്ടാക്കിയത്.
ഈ 4 വർഷ UG പ്രോഗ്രാം വളരെ അംബിഷ്യസ് ആയിട്ടുള്ളൊരു സംഭവമാണ് നമ്മൾ ചെയ്തത്. അപ്പം അതിനകത്തുള്ള മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻറ്റ് മൊബിലിറ്റി എന്ന് പറഞ്ഞൊരു സാധനമാണ്. അതായത് ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വേറെ യൂണിവേഴ്സിറ്റിയിലേക്ക് ക്രെഡിറ്റ് ട്രാൻസ്ഫർ ചെയ്യുക. ഫ്ലെക്സിബിലിറ്റി. അതെ, അത് എത്രത്തോളം നമ്മൾ സുഗമമാക്കിയിട്ടുണ്ട്? ഇപ്പോഴും അത് ഒരു ബോട്ടിൽ നെക്സ് എന്തെങ്കിലും ഉണ്ടോ നമ്മുടെ? ഒരു ബോട്ടിൽ നെക്സും ഇല്ല. നമ്മളിപ്പോൾ കെയറിപ്പ് എന്ന് പറയുന്ന സംവിധാനത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, അത് എൻ്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിങ്ങിന് വേണ്ടിയിട്ടുള്ള സോഫ്റ്റ്വെയർ സംവിധാനം. അതിപ്പോൾ കണ്ണൂർ സർവകലാശാലയിലെ മുഴുവൻ കുട്ടികളുടെയും അതിൽ കയറി ഫീഡ് ചെയ്ത് കഴിഞ്ഞു. മറ്റ് സർവകലാശാലകൾ ആരംഭിച്ചിട്ടുണ്ട്. അഡ്മിഷൻ്റെ സമയം മുതൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നത് വരെയുള്ള സംവിധാനം ആ സോഫ്റ്റ്വെയറിലുണ്ട്. അപ്പോൾ ഈ അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ്സ് ഉണ്ടല്ലോ, അതൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് അവൈലബിൾ ആണ്. അപ്പോൾ കുട്ടികൾക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ക്രെഡിറ്റ് ആർജിച്ച് അവരുടെ ബാസ്ക്കറ്റിൽ ഇടാവുന്നതാണ്. ഓൺലൈൻ കോഴ്സുകളും അവർക്ക് സ്വീകരിക്കാവുന്നതാണ്. സ്കിൽ കോഴ്സുകൾക്കും ക്രെഡിറ്റ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ വലിയ ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. ഇപ്പോൾ പണ്ടാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു കെമിസ്ട്രി എടുക്കുകയാണെങ്കിൽ കോളേജ് പറയുന്ന സബ്ബാണ് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. കോളേജ് ഫിക്സ് ചെയ്തിട്ടുണ്ടാവും എന്തൊക്കെയാണ് ഉപവിഷയങ്ങൾ. ഇപ്പം അങ്ങനെയില്ല. ഒരു വലിയ ബാസ്ക്കറ്റിൽ വെറൈറ്റി ഓഫ് കോഴ്സസ് ഉണ്ട്. അപ്പോൾ കുട്ടികളുടെ അഭിരുചി അനുസരിച്ച് അവർക്ക് തിരഞ്ഞെടുക്കാം. കെമിസ്ട്രി പഠിക്കുന്ന കുട്ടിക്ക് അതിൻ്റെ കൂടെ കോംപ്ലിമെൻ്ററി ആയിട്ട് അതിൻ്റെ കൂടെ സഹവിഷയങ്ങളായിട്ട് ലിറ്ററേച്ചറോ മ്യൂസിക്കോ ഫിസിക്സോ ഏത് വേണമെങ്കിൽ എടുക്കാം. പക്ഷെ അത് കരിയറിനെ ഹെൽപ്പ് ചെയ്യും ടീച്ചർ അങ്ങനെ വരുമ്പോൾ? അതായത് ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റ് തന്നെ പഠിച്ചു വരുന്ന സ്റ്റുഡൻ്റെ കൂടെ കമ്പീറ്റ് ചെയ്യുന്ന സമയത്ത് മെയിൻ വിഷയമല്ലേ കരിയറിനെ സഹായിക്കേണ്ടത്? മെയിൻ വിഷയത്തിനാണല്ലോ ത്രസ്റ്റ് കൊടുക്കണേ. കരിയർ എന്ന് പറയുന്നതിനെ പറ്റിയുള്ള നമ്മുടെ കാഴ്ചപ്പാടുകൾ തന്നെ മാറേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ പല പൊതുവിഷയങ്ങൾ മെയിനായി എടുത്ത ആളുകളല്ലേ നമ്മുടെ പല ജോലികൾക്കും പോകുന്നത്. അല്ലാതെ കെമിസ്ട്രി പഠിച്ചിട്ട് ആ കെമിസ്ട്രിയുടെ സൂത്രവാക്യങ്ങളോ അല്ലെങ്കിൽ കെമിസ്ട്രിയുടെ കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടാണോ നമ്മളിപ്പോൾ നിങ്ങളൊക്കെ ഓരോരോ വിഷയങ്ങൾ എടുത്തിട്ടുണ്ടാവുമല്ലോ. മറ്റൊരു ബില്ല്, പ്രധാന ബില്ലായിരുന്നു നമ്മുടെ ഈ യൂണിവേഴ്സിറ്റി അമെൻമെന്റ് ബിൽസ് ഉണ്ട് രണ്ടെണ്ണം. അപ്പോൾ അതിലൊന്ന് നമ്മുടെ പ്രോ ചാൻസലർ, അതായത് വിദ്യാഭ്യാസ മന്ത്രിക്ക് കുറച്ച് കൂടുതലായിട്ടുള്ള ഇടപെടലുകൾ നടത്താൻ പറ്റുന്ന ഒരു പ്രൊവിഷൻസ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതൊരു യൂണിവേഴ്സിറ്റികളുടെ ഒരു സ്വയംഭരണത്തിൽ അല്ലെങ്കിൽ അവരുടെ ഓട്ടോണമിയിൽ ഇടപെടുന്നു എന്നുള്ളൊരു ക്രിറ്റിസിസം വരുന്നതിന് എങ്ങനെയാണ് നോക്കുക? അത് പ്രതിപക്ഷത്തിൻ്റെ ദുരാരോപണമാണ്. 116 പേജുള്ള ബില്ലിൻ്റെ അര പേജ് വരുന്ന പ്രോ ചാൻസലറുടെ ഭാഗം മാത്രം നോക്കിയിട്ട് അത് മാത്രം വായിച്ചിട്ട് വേറെ ഒന്നും പറയാനില്ലാത്തതുകൊണ്ട് അതും അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ പ്രോ ചാൻസലർക്ക് ഇപ്പം നിലവിലുള്ള അധികാരത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അതിലൊന്നുമില്ല. ഇപ്പം തന്നെ ചാൻസലർ കഴിഞ്ഞ ആ ഹൈറാർക്കിയിൽ രണ്ടാമത് വരുന്നത് പ്രോ ചാൻസലറാണ്. പ്രോ ചാൻസലർ തന്നെയാണ് സെനറ്റ് യോഗത്തിലായാലും കോൺവൊക്കേഷൻ്റെ വേദിയിലായാലും ചാൻസലർ ഇല്ലെങ്കിൽ അധ്യക്ഷത വഹിക്കേണ്ടത്. അതിപ്പോഴും അങ്ങനെ തന്നെയാണ്. പക്ഷേ നമ്മുടെ ചില വൈസ് ചാൻസലർമാർ ചില ഘട്ടത്തിൽ അതിൽ സംശയങ്ങളൊക്കെ ഉന്നയിച്ചതുകൊണ്ടാണ് അത് വ്യക്തമായിട്ട് തന്നെ പറയണം എന്ന് കണ്ടത്. തന്നെയല്ല, നിലവിലുള്ള അന്തരീക്ഷത്തിലൊക്കെ കുട്ടികളുടെ നിരവധി പരാതികൾ ഇവിടെ ലഭിക്കുന്നുണ്ട്. ആ സന്ദർഭത്തിലൊക്കെ പ്രോ ചാൻസലർക്ക് ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധി എന്നുള്ള നിലയ്ക്ക് അവിടെ കാര്യങ്ങൾ ആരായാനുള്ള ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്വമുണ്ട്, എല്ലാ നിലയിലുള്ള ഉത്തരവാദിത്വമുണ്ട്. അത് മാത്രമാണ് അതിൽ എഴുതിയിട്ടുള്ളത്. ഏതെങ്കിലും കാര്യത്തിൽ എന്തെങ്കിലും പരാതികൾ ഉണ്ടാവുകയോ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടാവുകയൊക്കെ ചെയ്യുമ്പോൾ ജോയിൻറ്റ് സെക്രട്ടറി റാങ്കിൽ കുറയാത്ത ഒരു ഉദ്യോഗസ്ഥനെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ. അതല്ല, അക്കാദമിക് കാര്യങ്ങളിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പ്രൊഫസർ റാങ്കിൽ കുറയാത്ത ഒരു അക്കാഡമീഷ്യനെ കൊണ്ട് അന്വേഷിപ്പിക്കുക. ഇതൊക്കെ ഇപ്പോഴും ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ അത് നിയമത്തിൽ കൊണ്ടുവന്നത് ഇപ്പോഴത്തെ ഒരു സവിശേഷമായ അന്തരീക്ഷത്തിൽ വൈസ് ചാൻസലർമാരൊക്കെ അവരുടെ പദവി സംബന്ധിച്ച് കൂടുതൽ എന്താ പറയുക, കൂടുതൽ താല്പര്യം കാണിക്കുന്നു എന്നുള്ളത് കൊണ്ടുള്ള വിഷയമാണ്. പ്രത്യേകിച്ച് കേരള യൂണിവേഴ്സിറ്റി സെനറ്റിൽ ഞാൻ പോയി പങ്കെടുത്ത സമയത്ത് അവിടെ ചെയർ ചെയ്തത് ശരിയായില്ല എന്നുള്ള ഒരു ആരോപണം ഉയർന്നു വന്നു. യഥാർത്ഥത്തിൽ പ്രോ ചാൻസലറും വൈസ് ചാൻസലറും ഒരു യോഗത്തിൽ പങ്കെടുക്കുമ്പോൾ പ്രോ ചാൻസലർ തന്നെയാണ് അധ്യക്ഷത വഹിക്കേണ്ടത്. പ്രോ ചാൻസലർ മന്ത്രിയേക്കാളും താഴ്ന്ന റാങ്കിലാണല്ലോ വൈസ് ചാൻസലർ എന്തായാലും ഇരിക്കുന്നത് നമ്മുടെ ആ പ്രോട്ടോകോൾ അനുസരിച്ച്. തന്നെയല്ല, സർവകലാശാല നിയമങ്ങളുടെ പ്രോട്ടോകോൾ അനുസരിച്ചും പ്രോ ചാൻസലറുടെ താഴെയാണ് വൈസ് ചാൻസലർ ഇരിക്കുന്നത്. അപ്പം അതുകൊണ്ട്
ആ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുക പ്രോ ചാൻസലർ തന്നെയാണ്. പക്ഷേ പത്രങ്ങളും വൈസ് ചാൻസലറും ഞാനെന്തോ വലിയ അപാകത ചെയ്തു എന്നുള്ള പോലെയാണ് ആ ഘട്ടത്തിൽ ആക്രമിക്കാൻ ശ്രമിച്ചത്. അതുകൊണ്ടുകൂടിയാണ് ഭാവിയിൽ ഒരുപാട് വർഷങ്ങൾക്ക് നിൽക്കേണ്ടതാണല്ലോ ഈ സ്ഥാപനങ്ങളൊക്കെ. അല്ലാതെ എനിക്കിപ്പോൾ 8 മാസമേ ഉള്ളൂ. അല്ലാതെ വ്യക്തിപരമായിട്ട് എനിക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട എന്ത് താല്പര്യമാണുള്ളത്? പക്ഷേ അത് കുറെ കൂടി ഭദ്രമാക്കേണ്ടതുണ്ടെന്ന് തോന്നി. പ്രത്യേകിച്ച് ഇന്നത്തെ അഖിലേന്ത്യാ പശ്ചാത്തലത്തിൽ വലിയ രീതിയിലുള്ള ഈ ആശയമണ്ഡലത്തിലേക്ക് സ്വന്തം നിലപാടുകൾ തിരികെ കയറ്റാനുള്ള പരിശ്രമം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ശക്തമായി നടക്കുന്നുണ്ട്. നമ്മുടെ എല്ലാ ഉന്നത വിദ്യാ കേന്ദ്രങ്ങളെയും കൈപ്പിടിയിൽ ഒതുക്കാൻ കഴിയുന്ന വിധത്തിൽ താക്കോൽ സ്ഥാനങ്ങളിലൊക്കെ അവരുടെ ഐഡിയോളജിയെ പ്രതിനിധാനം ചെയ്യുന്ന ആളുകളെ വയ്ക്കുക എന്നുള്ളത് ഉണ്ട്. അതുമാത്രമല്ല ആ ആശയഗതിയിലേക്ക് രാജ്യത്തെ നയിക്കാനുള്ള ശ്രമമുണ്ട്. കാരണം രാഷ്ട്രീയ അധികാരത്തിൽ നിൽക്കാൻ ഏറ്റവും എളുപ്പ വഴി ആശയപരവും പ്രത്യയശാസ്ത്രപരവുമായിട്ട് ജനങ്ങളെ സ്വാധീനിച്ചുകൊണ്ട് അതിലൂടെ രാഷ്ട്രീയ അധികാരത്തിൽ നിലനിൽക്കുക എന്നുള്ളത്. പ്രത്യേകിച്ച് ഒരു മതാധിഷ്ഠിത കാഴ്ചപ്പാടാവുമ്പോൾ ജനങ്ങളുടെ മനസ്സിലേക്ക് പെട്ടെന്ന് കയറി ചെല്ലാൻ എളുപ്പമാണ്. കാരണം അത് നിലനിൽക്കുന്ന വ്യവസ്ഥയുടെ ഭാഗമാണല്ലോ. അപ്പോൾ അതുകൊണ്ടൊക്കെ അന്ധവിശ്വാസ ജടിലവും അനാചാരങ്ങൾ നിറഞ്ഞതുമായിട്ടുള്ള ഒരു ഭൂതകാലത്തിലേക്കാണ് ഇന്ത്യയെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. കക്ഷി രാഷ്ട്രീയത്തിൻ്റെ വിഷയം മാത്രമല്ല അത് ഐഡിയോളജിക്കലായിട്ടുള്ള ആശയപരമായിട്ട് ഇന്ത്യയെ പിറകോട്ട് വലിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അന്ധവിശ്വാസ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് കൊറോണയുടെ സമയത്ത് ഗോമൂത്രം കുടിക്കുക, ചാണകം കഴിക്കുക, അതൊക്കെയാണ് പ്രതിവിധി എന്ന് പറയുക. പല കാര്യങ്ങളിലും അശാസ്ത്രീയമായ കാര്യങ്ങൾ പറയുക. IIT പ്രൊഫസേഴ്സ് തന്നെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയൊക്കെ. അങ്ങനെ ശാസ്ത്ര പഠനം എന്ന് പറയുന്നത് തന്നെ കഴുത്ത് പിടിച്ച് ഞെരിച്ചില്ലാണ്ടാക്കുന്ന സ്ഥിതിയാണ്. ഞാനത് പറയുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാണ്ടിരിക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷെ സത്യം പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. പീരിയോഡിക് ടേബിൾ ഇല്ലാണ്ടാക്കി. പിന്നെ എങ്ങനെയാണ് പീരിയോഡിക് ടേബിൾ ഇല്ലാതെ ശാസ്ത്രം പഠിക്കാൻ പറ്റുക? തിയറി ഓഫ് എവല്യൂഷൻ ആധുനിക ശാസ്ത്രത്തിൻ്റെ മൂലക്കല്ലാണ്. അപ്പോൾ തിയറി ഓഫ് എവല്യൂഷൻ പഠിപ്പിക്കേണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ എങ്ങനെ പഠിപ്പിക്കുക? വിരാട് പുരുഷനിൽ നിന്നാണ് ഉണ്ടായതെന്നാവും പഠിപ്പിക്കുന്നത്. അപ്പോൾ പിന്നെ ചാതുർവർണ്ണ്യത്തിന് ചേരുന്ന നിലയിലായിരിക്കുമല്ലോ മനുഷ്യരുടെ രൂപീകരണം, അല്ലേ, പരിണാമം. അപ്പോൾ ആ നിലയിലൊക്കെയുള്ള ആശയഗതിക്ക് ശക്തി പ്രാപിക്കാൻ കഴിയുന്ന വിധത്തിൽ വളക്കൂറുള്ള മണ്ണാക്കി മാറ്റാണ് നമ്മുടെ യൂണിവേഴ്സിറ്റികളെ. ഞാൻ JNUവിൽ പഠിച്ചതാണ്. അവിടെയൊക്കെ ജനാധിപത്യപരമായിട്ടുള്ള നിലയിലാണ് കാര്യങ്ങൾ മുൻകാലങ്ങളിൽ പോയിക്കൊണ്ടിരുന്നത്. വളരെ തുറന്ന സംവാദങ്ങളായിരുന്നു. വളരെ ഫെർട്ടൈൽ ഡയലോഗ് നടക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി ആയിരുന്നു. അവിടെയൊക്കെ ഇപ്പോൾ വളരെ ഏകമുഖമായ രീതിയിലാണ് കാര്യങ്ങൾ. അമിതാധികാര സ്വേച്ഛാധിപത്യ പ്രവണതകൾ എന്നൊക്കെ നമ്മൾ പറയുന്നത് കൃത്യമായ നിലയിൽ അനുഭവിക്കുന്നവരായിട്ട് മാറുകയാണ് അവിടുത്തെ അധ്യാപകരും വിദ്യാർത്ഥികളും ഒക്കെ. എൻ്റെ സൂപ്പർവൈസറായിരുന്ന ഫ്രാൻസൺ മന്നളി മരിച്ചുപോയിപ്പോൾ അദ്ദേഹമൊക്കെ ഹൃദയം നൊന്താണ് പറഞ്ഞത്. അദ്ദേഹം ഒന്നും ഒരു പൊളിറ്റിക്കലി ആക്റ്റീവായ ആളൊന്നുമല്ല. പക്ഷേ അക്കാദമിക് പ്രവർത്തനങ്ങളെ പോലും നിർദ്ദയം ചവിട്ടിമെതിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുക. ആ അന്തരീക്ഷത്തിൽ കേരളത്തിലെ സർവകലാശാലകളെ പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നുള്ളത് നമ്മുടെ കടമയാണ്. പ്രത്യേകിച്ച് മതനിരപേക്ഷതയുടെ അന്തരീക്ഷം ക്യാമ്പസുകളിൽ അനിവാര്യമാണ്. ഇന്ത്യയെപ്പോലെ ഒരു രാജ്യത്ത് വലിയ ഡൈവേഴ്സിറ്റിയാണ്, പ്ലൂറലായിട്ടുള്ള ഒരു സൊസൈറ്റി. അവിടെ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള കേന്ദ്രീകരണത്തിനും ഹോമോജനൈസേഷനും ഒക്കെ ശ്രമങ്ങൾ നടക്കുമ്പോൾ നമ്മളതിനെ പ്രതിരോധിക്കാതിരിക്കാൻ പറ്റില്ല. പിന്നെ സാമൂഹ്യ നീതിയുടെ പ്രീ കണ്ടീഷനാണ്, മുന്നുപാധിയാണ് മതനിരപേക്ഷത എന്നുള്ളത്, ഇന്ത്യയിൽ പ്രത്യേകിച്ചും. അപ്പോൾ അതുകൊണ്ട് കേരളത്തിലെ സർവകലാശാലകളെ സെക്യുലറാക്കി നിർത്തുക, അതോടൊപ്പം തന്നെ അവയുടെ സാമൂഹ്യനീതി സങ്കല്പനങ്ങളും ശാസ്ത്രാഭിമുഖ്യവും ഒക്കെ നിലനിർത്തുക, അതിൻ്റെ ഭാഗം കൂടിയാണ് ഇത്തരത്തിലുള്ള പ്രതിരോധ ശ്രമങ്ങൾ. ഇതൊരു റെസിസ്റ്റൻസ് ആണ്, സാപ്രണൈസേഷൻ ഡ്രൈവിനെതിരെയുള്ള ഒരു റെസിസ്റ്റൻസിന്റെ ഘട്ടത്തിൽ കൂടെയാണ് സംസ്ഥാനം കടന്നു പോകുന്നത്. സംസ്ഥാനം മാത്രമല്ല, ഇന്ത്യയൊട്ടാകെ അങ്ങനെ കടന്നു പോവാണ്. പ്രതിപക്ഷ നിലയിലുള്ള, അതായത് കേന്ദ്ര ഭരണാധികാരികൾക്ക് എതിരായ നിലയിലുള്ള നിലപാടുകളുള്ള എല്ലാ സംസ്ഥാനങ്ങളും ഇക്കാര്യത്തിൽ ഏകാഭിപ്രായമാണ്.
ജോയിൻറ്റ് പ്ലാറ്റ്ഫോമുകൾ ഇത് ഈ ഒരു ആശയരംഗത്തെ ഇൻഫിൽട്രേഷനെതിരായിട്ട് ശക്തമായിട്ട് രൂപപ്പെടുന്നുണ്ട്. UGCയെ സമർത്ഥമായിട്ട് ഉപയോഗിക്കുകയാണ് കേന്ദ്ര ഗവൺമെൻറ്. UGCയെ നിർബന്ധപൂർവം അടിച്ചേൽപ്പിക്കുന്ന റെഗുലേഷനുകൾ ഇറക്കാനുള്ള ഒരു ബോഡിയാക്കി മാറ്റിയിരിക്കുകയാണ്. പഴയ കാലത്ത് മുൻകാലത്തൊക്കെ വളരെ വിശാലമായിട്ടുള്ള ഗൈഡ് ലൈൻസാണ് തന്നിരുന്നത്. എന്നാൽ ഇപ്പോൾ റെഗുലേഷൻസാണ്. എന്നിട്ട് ഇത് പാലിച്ചില്ലെങ്കിൽ നിങ്ങൾ ഈ നിലയിലുള്ള ശിക്ഷ ഏറ്റുവാങ്ങും. പ്യൂണിറ്റീവ് മെഷേഴ്സാണ്. സർവകലാശാലകളുടെ അംഗീകാരം കളയും, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ അനുവാദം നൽകില്ല. അങ്ങനെയൊക്കെയുള്ള പല ബാലിശമായ സമീപനങ്ങൾ UGCയുടെ ഭാഗത്തുനിന്ന് കൊണ്ടുവരികയാണ്. ഇപ്പോൾ UGCയെ ഒരു ആയുധമാക്കി ഉപയോഗിച്ചുകൊണ്ടാണ് ഈ കേന്ദ്രീകരണ പരിശ്രമങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് നടത്തുന്നത്. അപ്പോൾ നമ്മൾ വിജിലൻ്റ് ആയിരിക്കണം. അതിൽ ഈ സ്റ്റേറ്റുകൾക്ക് എത്രത്തോളം അതിനകത്ത് ഫൈറ്റ് ചെയ്യാൻ കഴിയും ഇത്തരം വിഷയത്തിൽ? സ്റ്റേറ്റുകൾക്ക് എത്രത്തോളം ഫൈറ്റ് ചെയ്യാൻ കഴിയുമെന്ന് ചോദിച്ചാൽ എത്രത്തോളം പറ്റുമോ അത്രത്തോളം വേണമെന്നുള്ളതാണ്. നമ്മുടെ ഫൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടിയോ ഈ ഒരു തലമുറയ്ക്ക് വേണ്ടിയോ കൂടിയല്ല, നാളത്തെ തലമുറയ്ക്ക് വേണ്ടി കൂടിയാണ്. ഇന്ത്യയായിട്ട് നിലനിൽക്കണമല്ലോ. ഈ നാടിന് സമാനതകളില്ലാത്തൊരു ദേശീയ പ്രസ്ഥാനം ഉണ്ടായിരുന്നു. അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ രാജ്യത്തെ അങ്ങേയറ്റം ഡൈവേഴ്സ് ആയിട്ടുള്ള ജനതയെ മുഴുവൻ അത് ഒരു നൂലിൽ കൊരുത്ത പോലെ കൊണ്ടുപോയാലോ, അതൊരു വലിയ വിജയമല്ലേ. അപ്പോൾ അതിന് എങ്ങനെ കഴിഞ്ഞു? അതിന് കഴിഞ്ഞത് തീർച്ചയായും പരസ്പര ബഹുമാനത്തോട് കൂടിയിട്ടുള്ള സഹവർത്തിത്വത്തെക്കുറിച്ചുള്ള ആശയങ്ങൾ ഉണ്ടായി എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. മഹാത്മാഗാന്ധി വളരെ ബുദ്ധിയുള്ള ആൾ തന്നെയാണ്. അതുകൊണ്ടാണ് ഉപ്പിനെയൊക്കെ തിരഞ്ഞെടുക്കുന്നത് ഒരു പ്രതീകമായിട്ട്. കാരണം എല്ലാവരും ഉപയോഗിക്കുന്നതാണല്ലോ അത്. അപ്പോൾ ആ നിലയിലുള്ള ഒരു വിശാല കാഴ്ചപ്പാടുണ്ടായിരുന്ന ദേശീയ പ്രസ്ഥാനം മുന്നോട്ട് പോയ രാജ്യത്ത് ഇപ്പോൾ വലിയ രീതിയിലുള്ള ശിഥിലീകരണ പ്രവണതകൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും നാളെ നമ്മുടെ കുട്ടികൾ ഏത് രൂപത്തിൽ, ഇപ്പം തന്നെ സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ നോക്കുമ്പോൾ ആ ഒരു വിദ്വേഷത്തിൻ്റെ രാഷ്ട്രീയം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. എത്ര മോശമായ രീതിയിലാണ് അത് മനുഷ്യരെ രൂപപ്പെടുത്തുന്നത് എന്നുള്ളത്. കേരളത്തിൽ തന്നെ എത്ര ഹൃദയപൂർവമായിട്ടുള്ള ബന്ധങ്ങളായിരുന്നു മതങ്ങൾക്കപ്പുറത്തേക്ക് മനുഷ്യർ തമ്മിലുണ്ടായിരുന്നത്. അതാണ് ഒരു നാടിൻ്റെ ഏറ്റവും വലിയ സംസ്കൃതമായ ഒരു നാടിൻ്റെ ലക്ഷണം എന്ന് പറഞ്ഞാൽ മനുഷ്യർ പരസ്പരം ഉൾക്കൊണ്ടുപോകാനുള്ള ഒരു കഴിവുണ്ടാവണം. കേന്ദ്ര സർക്കാർ വിദ്യാഭ്യാസ മേഖലയിൽ ഇടപെടുന്നതിനെ കുറിച്ച് പറഞ്ഞു. അപ്പം എനിക്കൊരു സംശയം എന്ന് പറഞ്ഞാൽ ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായിട്ടാണല്ലോ ഈ 4 ഇയർ ഡിഗ്രി കോഴ്സ് ഇതെല്ലാം വരുന്നത്. പക്ഷേ ഈ തമിഴ്നാട് നമ്മുടെ ഈ UGC വിഷയത്തിലൊക്കെ നമ്മുടെ കൂടെ നിൽക്കുന്ന സ്റ്റേറ്റ് ആണ്. പക്ഷെ തമിഴ്നാട് ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി നടപ്പാക്കില്ല എന്ന് പറഞ്ഞു. നീറ്റിൻ്റെ കാര്യത്തിൽ അവർ കർശന നിലപാടെടുത്തു. നമ്മൾ എന്തുകൊണ്ടാണ് ഇതിനെ ഈ കേന്ദ്രത്തിൻ്റെ ഈ സാധനങ്ങളെല്ലാം അംഗീകരിച്ചങ്ങ് പോകുന്നത്? നമ്മളൊരു കാര്യം അങ്ങനെ അന്ധമായിട്ടൊന്നും അംഗീകരിച്ചിട്ടില്ല. നമ്മളെ ഏത് കാര്യം അംഗീകരിച്ചത്? 4 ഇയർ UG പ്രോഗ്രാം എന്ന് പറയുന്നത് ലോകമെമ്പാടുമുള്ള ഏറ്റവും പ്രശസ്തമായ യൂണിവേഴ്സിറ്റികളൊക്കെ 4 വർഷ പ്രോഗ്രാമാണ് തുടരുന്നത്. അത് ഒരു ഗ്ലോബൽ പാറ്റേൺ ആണ്. ഇപ്പം നമ്മുടെ കുട്ടികൾ തന്നെ വിദേശത്ത് പഠിക്കാനൊക്കെ പോവുകയാണെങ്കിൽ, PGക്കൊക്കെ പോവുകയാണെങ്കിൽ അവർക്ക് അവിടെ 1 കൊല്ലം കൂടി പഠിക്കേണ്ടി വരികയാണ്. അപ്പോൾ ഒരു ഇൻ്റർനാഷണൽ കമ്പാറ്റബിലിറ്റി ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നമ്മൾ 4 ഇയർ UG പ്രോഗ്രാം തയ്യാറാക്കിയിട്ടുള്ളത്. ഒരിക്കലും കേന്ദ്ര ഗവൺമെൻറ്റോ അല്ലെങ്കിൽ NEPയോ പറയുന്ന മാതൃക അതേപടി കണ്ണടച്ച് ഇവിടെ സ്വീകരിച്ചിട്ടില്ല. നമ്മൾ മതനിരപേക്ഷതയുടെയും ഈ സയൻറ്റിഫിക് ആപ്റ്റിറ്റ്യൂഡിൻ്റെ ഒക്കെ ബേസ് അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്ത്യൻ നോളജ് സിസ്റ്റം എന്നുള്ളത് പഠിപ്പിക്കണമെന്ന് അവർ നിഷ്കർഷിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യക്ക് സഹസ്രാബ്ദങ്ങൾ പഴക്കമുള്ള ഒരു സംസ്കാരമുണ്ട്, ഒരുപാട് വൈജ്ഞാനിക സമ്പത്തൊക്കെ ഉണ്ട്, അതൊക്കെ ശരി തന്നെ. പക്ഷെ അതിൽ ഒരുപാട് അനീതികളും കൂടി അലിഞ്ഞു ചേരുന്ന ഒരു അറിവാണത്. അപ്പം അതുകൊണ്ട് തന്നെ അത് പഠിപ്പിക്കേണ്ടതില്ല എന്ന് തന്നെയാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. അതിലൂടെ എന്തൊക്കെയാണ് ഇന്ത്യൻ നോളജ് സിസ്റ്റം എന്ന് പറഞ്ഞ് കുട്ടികൾ പഠിക്കാമെന്ന് നമുക്ക് പറയാൻ വയ്യ. നമ്മളിവിടെ കേരള സ്റ്റഡീസിന് ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ ചരിത്രപരമായ കാര്യങ്ങൾ വെച്ചുകൊണ്ട് തന്നെ ഒരു പുസ്തകം തയ്യാറാക്കിയിട്ടുണ്ട്. അത് പഠിക്കുന്നുണ്ട് കുട്ടികൾ. ഞങ്ങളോട് ഇപ്പോൾ ഇങ്ങനെ വളരെ ശാന്തമായിട്ട് സംസാരിക്കുന്ന മിനിസ്റ്റർ അസംബ്ലിയിൽ പെട്ടെന്ന് പ്രൊവോക്ഡ് ആകുന്നത് എന്തുകൊണ്ടാണ്? എവിടെ പ്രൊവോക്ഡായി? പ്രൊവോക്ഡൊന്നും ആയിട്ടില്ലല്ലോ. വളരെ സമാധാനപരമായിട്ടാണല്ലോ സംസാരിക്കുന്നത്. നിങ്ങൾ ആ വീഡിയോ ഒക്കെ എടുത്ത് നോക്കൂ. പറഞ്ഞുണ്ടാക്കണേന് നമുക്കൊന്നും പറയാൻ വയ്യ. ഞാൻ പോടച്ചെറുക്കാന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത്. അത് പച്ചക്കള്ളാണ്. കാരണം ഒന്നാമത് ആ പദപ്രയോഗം ഞങ്ങളുടെ പ്രദേശത്തില്ല. അതൊരു തെക്കൻ പ്രയോഗമാണ്.
പിന്നെ ഞാൻ ഈ ട്രഷറി ബെഞ്ചിലിരുന്ന് പറഞ്ഞ കാര്യം, മൈക്കില്ലാതെ പറഞ്ഞ കാര്യം, അപ്പുറത്ത് പ്രതിപക്ഷ നേതാവിൻ്റെ ചെവിയിൽ ഈ ബഹളത്തിൻ്റെ ഇടയിൽ, അതായത് രാഹുലിൻ്റെ പ്രസംഗം നടക്കുന്നു ഉറക്കുറക്കെ ഘോരഘോരം പ്രസംഗിക്കുമ്പോൾ എൻ്റെ ഈ ചെറിയ ശബ്ദത്തിലുള്ള വർത്തമാനം അവിടേക്ക് എത്തുമോ? വെർബൽ ഡയറിയ എന്ന് ഞാൻ പറഞ്ഞത് ശരി തന്നെയാണ്. എന്നെ അത്രമാത്രം അധിക്ഷേപിച്ച് സംസാരിച്ച ഒരു ചെറുപ്പക്കാരൻ 2 ദിവസവും. അപ്പോൾ ഈ ഒരു പദപ്രയോഗം ഞാൻ നടത്തി എന്നുള്ളത് ശരി തന്നെയാണ്. ഞാൻ ചെയ്തതിനെ ഞാൻ പറഞ്ഞതിനെ നിഷേധിക്കില്ല, പക്ഷെ പറയാത്തതിനെ ഏറ്റെടുക്കൂല. ഞാൻ വിചാരിച്ചു ടീച്ചറുടെ മനസ്സിൽ ഈ രാഹുൽ മങ്കൂട്ടത്തിൽ മുൻപ് പത്മജ വേണുഗോപാലിനെ തന്തയ്ക്ക് പറഞ്ഞതൊക്കെ മനസ്സിലുണ്ടായതുകൊണ്ട് പറഞ്ഞതാണോ എന്ന് വിചാരിച്ചു. അല്ല, അതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ട്. അതൊരാളുടെ വ്യക്തിത്വത്തിന്റെ ഒരു പ്രതിഫലനമാണ് അതൊക്കെ. വാക്കുകളൊക്കെ അങ്ങനെ തന്നെ, എൻ്റെയും അങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷേ ഈ കാര്യത്തിൽ ഞാൻ വളരെ ശാന്തമായിട്ട് തന്നെയാണ് മറുപടി പറഞ്ഞിരുന്നത്. എന്നെ അത്രമാത്രം അവർ 3 പേരും അഗ്രസീവായിട്ടുള്ള ഒരു രീതിയാണ് എടുത്തത്. സാധാരണയായി ലീഗുകാർ അങ്ങനെ പറയാറില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം അവരൊക്കെ പരിചയമുള്ളവരാണ് മറ്റേ പഠിക്കുന്ന കാലം മുതൽ. അപ്പം അതുകൊണ്ട് അവർ തന്നെ അങ്ങനെ ഒരു അഗ്രസീവ് സ്റ്റാൻഡ് എടുത്തു. ഇദ്ദേഹമാണെങ്കിൽ വളരെയധികം പറഞ്ഞു. അതായത് എൻ്റെ ആർത്തി കാരണമാണ് ഈ ബില്ല് കൊണ്ടുവന്നത്, പിന്നെ കുമാരനാശാൻ്റെ പ്രതിമ മാറ്റി എന്നെ വയ്ക്കാനാണ് എന്നൊക്കെ. ഞാനിപ്പോൾ ഒരു പരമാവധി 8-9 മാസം കഴിഞ്ഞാൽ നമ്മൾ ഈ ഉത്തരവാദിത്തങ്ങളൊക്കെ അവിടെ അവസാനിക്കും. പിന്നെ തെരഞ്ഞെടുപ്പൊക്കെ പ്രഖ്യാപിച്ച് വേറൊരു ലെവലിലേക്ക് പോവല്ലേ ചെയ്യുക. അപ്പോൾ ആ ഒരു കാലത്തേക്കാണോ ഈ ബില്ലൊക്കെ അവതരിപ്പിക്കുന്നത്? അതിനൊരു വിശാലമായ നിലയിൽ കാണാതെ ഈ വ്യക്തിയിൽ ആ കുറ്റിയിൽ കെട്ടിയിട്ട് കറങ്ങുകയാണെന്ന് ഞാൻ അവിടെ പറഞ്ഞു. ഒരു കുറ്റിമ കെട്ടിയിട്ട പശുക്കളെ പോലെ ആവരുതെന്ന്. ടീച്ചറിനെ ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്തതാണെന്നാണ് വരുന്നത് രാഹുൽ മങ്കൂട്ടത്തിലും ലീഗ് നേതാക്കളും ഒക്കെ. ആയിരിക്കാം, രാഷ്ട്രീയല്ലേ ഇപ്പൊ പറയണല്ലോ. അസംബ്ലിയുടെ കാര്യം അതൊന്നും പ്രശ്നമല്ല. ബില്ലിലേക്ക് ഒന്നും കൂടെ വരികയാണ്. അതിനകത്ത് നമ്മളൊരു വേറൊരു ചർച്ച ചെയ്യപ്പെട്ട ഒരു പ്രൊവിഷനാണ് യൂണിവേഴ്സിറ്റി സെനറ്റുകൾ ഇപ്പോൾ സ്റ്റാറ്റ്യൂട്ടിൽ എന്തെങ്കിലും അമെൻമെന്റ് വരുത്തുകയാണെങ്കിൽ ഗവർണർക്ക് പോകും ആസ് ചാൻസലർ. അപ്പോൾ ഇപ്പോൾ അതിനകത്തൊരു പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ 60 ദിവസത്തിനുള്ളിൽ അംഗീകാരം ഇല്ലെങ്കിൽ അത് അംഗീകരിച്ചതായിട്ട് കണക്കാക്കും എന്ന് പറയുന്നത്. അപ്പോൾ അത് ഗവർണറുടെ ഒരു അധികാരത്തിലേക്കുള്ള ഒരു ട്രാൻസ്ലേഷൻ ആയിട്ട് ഇന്റർപ്രറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. മുമ്പ് നമ്മുടെ ഒരു പശ്ചാത്തലത്തിൽ വെച്ചാൽ പുള്ളിയെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് മാറ്റുന്ന ബില്ലുകൾക്ക് എന്ത് സംഭവിച്ചെന്ന് നമുക്കറിയാം. അപ്പോൾ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ ഇങ്ങനെ ഒരു ബില്ലിന് ഒരു ഗവർണറുടെ ഒരു അംഗീകാരം കിട്ടാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട്? അത് കിട്ടുന്നത് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. 60 ദിവസം പോരെ ഒരു ഫയല് പഠിച്ച് അതിൽ തീരുമാനം എടുക്കാൻ? ഒരു ബില്ല് പഠിച്ച് തീരുമാനം എടുക്കാൻ 60 ദിവസം പോരെ? ഇപ്പോഴത്തെ ഗവർണർ മുൻ ഗവർണറെ അപേക്ഷിച്ച് കാര്യങ്ങൾ കുറച്ചും കൂടി സമചിത്തതയോടെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നിയത്. ഇനി അദ്ദേഹം തന്നെ ഞങ്ങളോട് പറഞ്ഞു, വളരെ കുട്ടിപ്രായത്തിലെ RSS ആയിട്ട് അടുത്ത് പ്രവർത്തിക്കുകയും ശാഖാ പ്രവർത്തനങ്ങളിലൊക്കെ പങ്കെടുത്തിരുന്ന ഒരാളാണെന്നുള്ളത്. ആ രാഷ്ട്രീയം അദ്ദേഹത്തിന് ഉണ്ടായിരിക്കാം. പക്ഷേ ഞങ്ങളോടുള്ള പെരുമാറ്റത്തിൽ അദ്ദേഹം ആ രാഷ്ട്രീയം കാണിച്ചിട്ടില്ല. വളരെ കോർഡിയലായിട്ടാണ് അദ്ദേഹം പെരുമാറിയത്. പരസ്പര ബഹുമാനത്തോടെ പെരുമാറുക എന്ന് പറയുന്നത് ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. ഒരു ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പാണ് ഗവർണറും, അതായത് ചാൻസലർ എന്ന് പറഞ്ഞാൽ ഗവർണറാണല്ലോ, ഗവർണറും ഗവൺമെൻറ്റും തമ്മിൽ ഒരു ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പാണ് വേണ്ടത്. മുൻപത്തെ ഗവർണറുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു സമീപനം ആയിരുന്നില്ല. ഒരു കീഴ്നിലയിലുള്ള ആളുകളോട് പെരുമാറുന്ന സമീപനമായിരുന്നു. ഇദ്ദേഹം അതിൽ നിന്ന് വ്യത്യസ്തമാണ്. അനുഭവത്തിൽ അങ്ങനെയാണ് കണ്ടത്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ഇതിൽ ഒപ്പുവെച്ച് തരുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല, ഞങ്ങൾ സംസാരിക്കാൻ പോയപ്പോൾ അദ്ദേഹം പറഞ്ഞു, പണം മുടക്കുന്ന ഗവൺമെൻറ്റുകൾക്ക് തീർച്ചയായിട്ടും യൂണിവേഴ്സിറ്റിയുടെ കാര്യത്തിൽ ഒരു സേ ഉണ്ടായിരിക്കണം എന്ന അഭിപ്രായമാണ് അദ്ദേഹം പറഞ്ഞത്. ടീച്ചർ അത് പഴയ ഗവർണറുടെ കാര്യം പറഞ്ഞതുകൊണ്ട് തന്നെ ഗവൺമെന്റിനും ഹയർ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ എന്ന നിലയ്ക്ക് ടീച്ചറിനും ഒരു റിലീഫാണോ പുതിയ ഗവർണർ വന്നത്? കാരണം പഴയ ഗവർണറുമായിട്ട് ഒരു കോൺസ്റ്റന്റ് ആയ കൺഫ്രണ്ടേഷൻസ് ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും എല്ലാ ദിവസവും പ്രസ്ഥാനങ്ങളുണ്ട്. അതിന് തന്നെ കുറെ സമയം ചെലവാക്കേണ്ട സ്ഥിതി ഉണ്ടായിരുന്നു. ഞാൻ വളരെ വേഗതയിൽ തന്നെ ഞങ്ങളുടെ നമ്മുടെ ഓഫീസും ഉന്നത വിദ്യാഭ്യാസ വകുപ്പും ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലും ഒക്കെ വളരെ ഏകോപിതമായ നിലയിൽ അതിവേഗതയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് നീക്കിയ ഒരു അനുഭവമാണുള്ളത്. അതിനിടയിൽ ഒരു കല്ലുകടി പോലെയാണ് ഈ പ്രസ്താവനകൾ വരുന്നത്. അതായത് നമ്മളെ പത്രങ്ങളാണെങ്കിൽ 2 അറ്റവും കത്തിച്ച് നടുക്ക് പിടിക്കാനുള്ള ജാഗ്രത നല്ലപോലെ പുലർത്തിയിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ അദ്ദേഹം
പറയുക, പിന്നെ എൻ്റെ അടുത്ത് വന്നിട്ട് അതിന് മറുപടി എടുക്കുക. ഇത് തന്നെയായിരുന്നു ഒരു കാലത്തെ ഒരു രീതി. അത് വലിയൊരു നമുക്ക് സമയനഷ്ടം, ഊർജനഷ്ടം ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. സർക്കാർ മുൻ ഗവർണർ എങ്ങനെയായിരുന്നു സംസാരത്തിലൊക്കെ? അത് ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം ഒരു ഉയർന്ന തലത്തിലുള്ള ആളുകളും നമ്മളൊക്കെ എന്നോട് ആദ്യം കാണുമ്പോൾ തന്നെ അദ്ദേഹം എന്തോ പ്രിജുഡിസ് വെച്ചിട്ടാണ് സംസാരിച്ചിട്ടുള്ളത്. പിന്നീട് അദ്ദേഹത്തിന് മനസ്സിലായി, നമ്മളോടൊക്കെ ഇൻട്രാക്ട് ചെയ്തപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ആളുകളെ എന്തുകൊണ്ടോ. പിന്നെ അദ്ദേഹത്തിന്റെ നിലപാടിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നു. പറയുന്നത് ശ്രദ്ധിക്കില്ല എന്നുള്ളതാണോ? പറയുന്നത് ശ്രദ്ധിക്കില്ല, അംഗീകരിക്കില്ല എന്നുള്ളതായിരുന്നു. അദ്ദേഹം ഏകപക്ഷീയമായിട്ട് പറയുന്നത് ഞങ്ങൾ കേൾക്കലായിരുന്നു പതിവ്. പുള്ളിയെ ആരെങ്കിലും ഫീഡ് ചെയ്യുന്നു എന്നുള്ളൊരു ഫീൽ, അത് ചിലപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ ഉള്ളവര് ഫീഡ് ചെയ്യുന്നതായിരിക്കാം. കാരണം അദ്ദേഹത്തിന് മലയാളം അറിയില്ലല്ലോ. അപ്പൊ നമ്മൾ ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു എന്നൊക്കെ തെറ്റിദ്ധരിപ്പിക്കാലോ. പിന്നെ പത്രക്കാരോ, പിന്നെ ഇപ്പോൾ ഈ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നടക്കുന്ന പരിഷ്കാരങ്ങളിൽ അത്ര സന്തോഷമില്ലാത്ത, അതിൽ ഒരു എന്താ പറയുക, പ്രയാസമുള്ള ആൾക്കാരുണ്ടാവുമല്ലോ. അങ്ങനെ ഒരു ഗ്രൂപ്പും അദ്ദേഹത്തിന് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനായിട്ടുണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മിസ്ലീഡ് ചെയ്യുന്ന ആളുകൾ. പക്ഷെ ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹം തന്നെ ഞങ്ങളോട് പറഞ്ഞു, ഞാനങ്ങനെ ആരും പറയുന്നത് എടുക്കുന്നുമില്ല, ഞാനങ്ങനെ മാധ്യമങ്ങളിൽ അഭിരമിക്കുന്ന ആളുമല്ല, അപ്പോൾ അതുകൊണ്ട് നമുക്ക് ശരിയായ രീതിയിൽ മുന്നോട്ട് പോകാം എന്നാണ് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ പറയാൻ, എനിക്ക് എൻ്റെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുള്ളതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ പറയണതിൻ്റെ അതൊന്നും കുഴപ്പമുള്ള കാര്യമല്ല. അത് എല്ലാവർക്കും പറയണമല്ലോ നമ്മുടെ ജനാധിപത്യ രാജ്യത്ത്. പക്ഷേ വലിയ രീതിയിൽ ഒരു സർക്കാരിനെ ഇകഴ്ത്തി കാട്ടുന്ന സമീപനം ഒരിക്കലും ഒരു ഗവർണറുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ പാടില്ല. മുഖ്യമന്ത്രിയെ ക്രിമിനൽ എന്ന് വിളിക്കുക, എന്നെ ക്രിമിനൽ എന്ന് വിളിക്കുക, എല്ലാ മന്ത്രിസഭാംഗങ്ങളും ക്രിമിനലുകളാണെന്ന് പറയുക, അതൊക്കെ വേറെ എവിടെയും ഈ രാജ്യ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടാവില്ല എന്ന് ഞാൻ കരുതുന്നു. നമ്മുടെ ഭാഗത്തുനിന്ന്, ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും അങ്ങോട്ട് പ്രൊവോക്ക് ചെയ്യുന്ന ആക്ഷൻസ് ഉണ്ടായിട്ടില്ല, ഒരു ആക്ഷനും ഉണ്ടായിട്ടില്ല. ഞങ്ങൾ പരമാവധി സംയമനം പാലിച്ച് പരമാവധി സൂക്ഷിച്ചാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ളത്. പ്രൊവോക്ക് ചെയ്യപ്പെടേണ്ട പല സന്ദർഭങ്ങളും ഉണ്ടായിട്ടും ആരും മറുപടി പറഞ്ഞിട്ടില്ല. ഈ ആ അനുഭവത്തിൽ നിന്നാണെന്ന് തോന്നുന്നു ഇപ്പോഴത്തെ ഗവർണർ വന്നതിന് ശേഷം എല്ലാ മന്ത്രിമാരും വളരെ കോടിയിലായിട്ട് രാജ്ഭവനിൽ പോകുന്നു, കാര്യങ്ങൾ ഞങ്ങൾ നേരത്തെയും കോടിയലായിട്ട് തന്നെയാ പോയിട്ടുള്ളത്. പക്ഷെ അന്ന് ഗവർണർ പറഞ്ഞിരുന്നത് നിങ്ങളാരും കാണുന്നില്ല, വരുന്നില്ല, കാര്യങ്ങൾ ഞങ്ങൾ ആവശ്യമുണ്ടെങ്കിലല്ലേ രാജ്ഭവനിൽ പോകണ്ടു. ഇപ്പോഴും ഞങ്ങൾ ഒരു പ്രാവശ്യമേ പോയിട്ടുള്ളൂ, ഞാനൊരു പ്രാവശ്യമേ പോയിട്ടുള്ളൂ. ആ സന്ദർഭത്തിൽ ആവശ്യമുള്ള സമയത്തല്ലേ നമ്മൾ പോകേണ്ട കാര്യമുള്ളൂ. പക്ഷെ അവിടെ ചെന്നാൽ ഒരു ഫ്യൂഡൽ ഓവർലോഡ് സംസാരിക്കുന്ന പോലെയാണ് അദ്ദേഹം സംസാരിക്കുക. ടീച്ചർ, മറ്റൊരു കാര്യം ചോദിക്കട്ടെ, ഇതുമായിട്ടൊന്നും ബന്ധമില്ലാത്ത. തൃശ്ശൂരിനെ സംബന്ധിച്ച് പല കാര്യത്തിലും ആദ്യത്തെ വനിതയാണ് ടീച്ചർ. അത് തൃശ്ശൂരിന്റെ ആദ്യത്തെ വനിതാ മേയറാണ്, ഇരിങ്ങാലക്കുടയുടെ ആദ്യത്തെ വനിതാ എം എൽ എ ആണ്, തൃശ്ശൂരിന്റെ ആദ്യത്തെ വനിതാ മന്ത്രിയാണ്. ഈ ആദ്യത്തെ വനിത എന്ന ഒരു പൊസിഷൻ വരുന്നത് ഏതെങ്കിലും രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ, അതോ അതൊരു ദുർഘടമാക്കുകയാണോ ചെയ്യുന്നത്? അത് അങ്ങനെ സ്ത്രീ പുരുഷൻ എന്നുള്ള ഒരു രീതിയിൽ വളർന്ന ഒരാളല്ല ഞാൻ. കുട്ടിക്കാലം മുതൽ 2 ചേട്ടന്മാരാണ്. അതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു അതൊക്കെ അവരോടൊപ്പം ചെയ്ത് വളർന്നതാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു വനിത എന്നുള്ള നിലയ്ക്ക് ഇന്നത് ചെയ്യാൻ പാടില്ല എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ എന്നാൽ അതേസമയം തന്നെ കടുത്ത പുരുഷ മേധാവിത്വ മൂല്യങ്ങൾ നിലനിൽക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടേത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഞാൻ മേയറൊക്കെ ആയിരിക്കുമ്പോൾ ഒരുപാട് പ്രതിബന്ധങ്ങളും പ്രതിസന്ധികളും ഒക്കെ അതിജീവിക്കേണ്ടി വന്നിട്ടുണ്ട്. അതിന് പ്രധാനമായിട്ടും കാരണം ഞാനൊരു വനിതയാണ് എന്നുള്ള കാര്യം തന്നെയായിരുന്നു. അതിൻ്റെ പേരിൽ ഒരുപാട് അധിക്ഷേപം ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. നല്ല നല്ല പദ്ധതികൾ നമ്മൾ മുന്നോട്ട് വയ്ക്കുമ്പോൾ അത് സ്വീകരിക്കപ്പെടാതിരിക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അത് അട്ടിമറിക്കുന്നതിന് വേണ്ടി ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് തൃശ്ശൂർ പോലുള്ള ഒരു പട്ടണത്തിൻ്റെ കേന്ദ്രത്തിൽ വലിയ രീതിയിലുള്ള ഒരു മേധാവിത്വ കൺസോളിഡേഷനുള്ള ഒരു സ്ഥലം കൂടിയാണ്. അപ്പോൾ ആ സന്ദർഭത്തിലൊക്കെ ഈ പുരുഷ മേധാവിത്വ മൂല്യങ്ങളുടെ ഒരു ആഘാതശേഷി നല്ലതുപോലെ തിരിച്ചറിയാൻ അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് നിങ്ങൾ പറഞ്ഞത് ശരി തന്നെ, ആ നിലയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ
ഞാൻ ഏതെങ്കിലും ഒരു മേഖലയിൽ സ്ത്രീ എന്നുള്ള നിലയ്ക്ക് മാറി നിൽക്കാൻ ശ്രമിച്ചിട്ടില്ല. പരമാവധി എൻ്റെ കഴിവിൻ്റെ പരമാവധി ചെയ്യാൻ തന്നെയാണ് ശ്രമിച്ചിട്ടുള്ളത് ആദ്യം മുതൽ. ടീച്ചർ ഈ ഇപ്പം അതിൽ ചോദിച്ചതിൻ്റെ ഒരു തുടർച്ചയാണ്. ഈ ടീച്ചർ സ്ത്രീ എന്നുള്ള നിലയിൽ എന്നുള്ളതല്ല, ടീച്ചറിന് SFIയുടെ ഒരു പാരമ്പര്യമുണ്ട്, അത് കഴിഞ്ഞിട്ട് പാർട്ടിയുടെ ഇതുണ്ട്. പക്ഷേ മേയർ ആകുമ്പോഴും പിന്നീട് MLA ആകുമ്പോഴും കോളേജിലെ പ്രിൻസിപ്പളിൻ്റെ ഇതാകുമ്പോഴും എല്ലാം വന്നത് ഒരു CPM നേതാവിൻ്റെ ഭാര്യ എന്നുള്ളതായിരുന്നു. അത് എങ്ങനെയാണ് അത് എന്ന് പറഞ്ഞാൽ ടീച്ചറിൻ്റെ ഒരു വ്യക്തിത്വത്തെ മറയ്ക്കുന്ന രീതിയിലായിരുന്നു ഇത്തരം മുഴുവൻ സാധനങ്ങളും വരുന്നത്? അത് ഈ എതിർ രാഷ്ട്രീയക്കാരുടെ നിക്ഷിപ്ത താല്പര്യങ്ങളുടെ ഭാഗമായിട്ടും പുരുഷ മേധാവിത്വ സമൂഹത്തിൻ്റെ സ്ത്രീവിരുദ്ധ കാഴ്ചപ്പാടുകളുടെ ഭാഗമായിട്ടൊക്കെ വരുന്നൊരു കാര്യമാണ്. ഇപ്പോൾ ചീഫ് സെക്രട്ടറിയെ കുറിച്ച് പറഞ്ഞതായിട്ട് അവർ പറഞ്ഞില്ലേ, അവരുടെ ഭർത്താവായിരുന്നു മുൻഗാമി എന്നുള്ളത് കൊണ്ട് അദ്ദേഹമായിട്ട് താരതമ്യം ചെയ്ത് പറയുന്നു എന്നുള്ളത്. അതിപ്പോൾ കേരളത്തിൻ്റെ എത്ര പുരോഗമന മുഖം പറഞ്ഞാലും ഈ ജെൻഡർ ആസ്പെക്റ്റിലൊക്കെ ഒരു നൂറ്റാണ്ട് മുൻപ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന് പറഞ്ഞ ഒരു സംസ്ഥാനമാണ് നമ്മുടേത്. പക്ഷേ ഇപ്പോഴും നമ്മൾ പോയ വഴി കൂടെ കുറച്ച് തിരിച്ച് നടക്കല്ലേ എന്ന് സംശയം തോന്നുന്ന രീതിയിലുള്ള പ്രസ്താവനകളൊക്കെ പൊതുമണ്ഡലത്തിൽ പോലും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ കുറേ കാലഹരണപ്പെട്ട ആശയങ്ങൾ ഇപ്പോഴും ആളുകളുടെ മനസ്സിൻ്റെ അടിത്തട്ടിൽ കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാരണം. എൻ്റെ ഭർത്താവുമായി ബന്ധപ്പെടുത്തി എന്നെക്കുറിച്ച് പറയുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. കാരണം അദ്ദേഹം ലോകസഞ്ചാരിയായിട്ട് നടക്കുന്ന ഒരാളാണ്. ഞങ്ങൾ അപൂർവമായിട്ടാണ് കണ്ടുമുട്ടുന്നത് കൂടി. ഞാൻ SFIയിൽ വന്ന SFI കൂടെയാണ് ഞങ്ങൾ പരിചയപ്പെട്ടതും ഒക്കെ തന്നെ. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ വഴിയിലേക്കൂടെ നടക്കുന്നു, അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വഴി കൂടെ നടക്കുന്നു. MLA ആയിട്ടൊക്കെ ഞാൻ മത്സരിക്കുന്നത് എൻ്റെ ജില്ലയിലെ ഏറ്റവും സീനിയറായിട്ടുള്ള മഹിളാ പ്രവർത്തകയാണ് ഞാൻ. അതായത് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. എൻ്റെ ജില്ലയിൽ നിന്ന് ഞാൻ മാത്രമേ കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ടുള്ളൂ. ഇപ്പം നിലവിലുള്ളതിൽ ജില്ലാ കമ്മിറ്റിയിൽ വന്ന ആദ്യത്തെ, ഇപ്പം ഉള്ളവരിൽ ഏറ്റവും ആദ്യം വന്ന ആളാണ്. അപ്പോൾ ആ നിലയിലൊക്കെ ഏതെങ്കിലും സ്ത്രീ മത്സരിക്കണം എന്നുള്ള സ്ഥിതി വരുമ്പോൾ ഇതൊക്കെയാണല്ലോ പരിശോധിക്കുക. തന്നെയല്ല, ഇരിങ്ങാലക്കുട മണ്ഡലത്തിൽ അവിടെ ജനിച്ചു വളർന്ന ഒരാളാണ് ഞാൻ. എൻ്റെ അച്ഛൻ അവിടെ വളരെ മാതൃകാപരമായിട്ട് പൊതുപ്രവർത്തനം നടത്തിയിട്ടുള്ള ഒരാളാണ്. ഒരുപാട് ആളുകളുടെ മനസ്സിൽ ജീവിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് കൂടിയാണ് ഞാൻ അവിടെ ജയിക്കുന്നത്. അപ്പോൾ ആ നിലയിൽ അവിടെ മത്സരിക്കാൻ ഏറ്റവും മത്സരക്ഷമതയുള്ള സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ എൻ്റെ ജില്ലക്കാർ നിർദ്ദേശിച്ച പേരാണ് എൻ്റെത്. ഓരോ മണ്ഡലത്തിലും ആര് മത്സരിക്കണമെന്ന് ജില്ലാ കമ്മിറ്റിയാണ് തീരുമാനിക്കുന്നത്. 2008 പാർട്ടി ജില്ലാ കമ്മിറ്റിയിൽ വന്നു ഞാൻ. 45 വർഷത്തെ പൊതുപ്രവർത്തന പാരമ്പര്യമുണ്ട്. 18 വയസ്സിൽ സിൻഡിക്കേറ്റ് അംഗമായി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ. കേരളത്തിലെ യൂണിവേഴ്സിറ്റികളുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സിൻഡിക്കേറ്റ് അംഗമാണ് ഞാൻ. ആ സന്ദർഭം എനിക്ക് വലിയൊരു പാഠശാലയായിരുന്നു. യൂണിവേഴ്സിറ്റിയിൽ സെനറ്റ് അംഗം എന്നുള്ള നിലയിൽ 1 വർഷവും സിൻഡിക്കേറ്റ് അംഗം എന്നുള്ള നിലയ്ക്ക് 2 വർഷവും ഞാൻ പ്രവർത്തിച്ചു. മുതിർന്ന ഒരുപാട് ആളുകളിൽ നിന്ന് ഒരുപാട് മാതൃകകൾ ഉൾക്കൊള്ളാനൊക്കെ പറ്റിയ ഒരു സന്ദർഭമാണ്. എൻ്റെ പഠനകാലത്ത് നല്ല നിലയിൽ നാനാമുഖമായ പരിശീലനം കിട്ടിയ ഒരാളാണ് ഞാൻ. ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കാനും സാധിച്ചിട്ടുണ്ട്. ശാസ്ത്ര സാഹിത്യ പരിഷത്തിലും പ്രവർത്തിച്ചു, SFIയിലും പ്രവർത്തിച്ചു. അത് പറയുമ്പോൾ ഈവൻ നമ്മുടെ പാർട്ടിക്കകത്തും ജെൻഡർ ബൈസ് ഇല്ലേ? ടീച്ചർ തന്നെ ഇപ്പൊ പറഞ്ഞ പോലെ 2008 ജില്ലാ കമ്മിറ്റിയിൽ വന്നിട്ട് സ്റ്റേറ്റ് കമ്മിറ്റിയിലേക്ക് വരാൻ 2025 വരെ കാത്തിരിക്കേണ്ടി വരും. അത് ഞാൻ ജോലിയും കൂടി ചെയ്തിരുന്നല്ലോ. ഫുൾ ടൈമറായിട്ട് ഒരാൾ പ്രവർത്തിക്കുന്നുണ്ടല്ലോ. 2 പേരും കൂടി ഫുൾ ടൈമറായിട്ട് പ്രവർത്തിക്കുമ്പോൾ നമുക്ക് ഒരു കുടുംബവും കുട്ടിയും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ തയ്യാറായിരുന്നു. എന്നോടാരും പറഞ്ഞില്ല ഫുൾ ടൈമറായി പ്രവർത്തിക്കണം എന്നുള്ളത്. പക്ഷേ ഒരു ഫുൾ ടൈമർ ചെയ്യുന്ന ജോലിയൊക്കെ, എൻ്റെ ജോലി കോളേജ് അധ്യാപിക എന്നുള്ള ജോലി നല്ല വെടുപ്പായി ചെയ്തുകൊണ്ട് തന്നെയാണ് ഞാൻ ജില്ലാ കമ്മിറ്റി മെമ്പർ എന്നുള്ള ചുമതലയും ഒരു ഫുൾ ടൈമറേക്കാൾ ഭംഗിയായിട്ട് തന്നെ നിറവേറ്റിയിട്ടുണ്ട്. ഈ ജെൻഡർ ബയസ് ലെഫ്റ്റിൽ ഇല്ല എന്ന് പറയുമ്പോഴും ഇപ്പോഴും ഏറ്റവും കൂടുതൽ ലെഫ്റ്റിലില്ല എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞില്ലല്ലോ. അത് ഇപ്പൊ പൊതുസമൂഹത്തിന്റെ പരിച്ഛേദല്ലേ പാർട്ടിയും. അപ്പൊ പൊതുസമൂഹത്തിന്റെ എല്ലാ സ്വഭാവങ്ങളും കുറെയൊക്കെ പ്രതിഫലിക്കും. അതിൽ നിന്ന് സ്വയം വിമലീകരിച്ച് വരാനുള്ള ഒരു സംവിധാനം പാർട്ടിക്കകത്തുണ്ട് എന്നുള്ളതാണ്. അതായത് തെറ്റായ എന്തെങ്കിലും കാര്യം ചെയ്താൽ നടപടിയെടുക്കും, പുറത്താക്കും. ഇതൊന്നും മറ്റു പാർട്ടികളിലില്ല.
അപ്പോൾ സ്ത്രീകളോട് തന്നെ മോശമായി പെരുമാറി അത് പരിശോധിച്ച് ശരിയാണെന്ന് ബോധ്യപ്പെട്ടാൽ നടപടിയെടുക്കുമല്ലോ. അത് ആ രീതി വേറെ പാർട്ടികളിലില്ല. അതാണ് പ്രത്യേകത. പിന്നെ ഈ പുരുഷ മേധാവിത്വപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ സ്വാഭാവികമായിട്ടും നമ്മുടെ സഖാക്കളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകാം. പക്ഷേ അത് പറഞ്ഞ് തിരുത്താൻ നമുക്ക് പാർട്ടിക്കകത്ത് തന്നെ സ്കോപ്പുണ്ട്. പാർട്ടിക്കകത്ത് തന്നെ അതിനുള്ള സ്പേസ് ഉണ്ട്. പിന്നെ ബോധപൂർവം സ്ത്രീകളുടെ പങ്കാളിത്തം എല്ലാ ഘടകങ്ങളിലും അതുപോലെ പാർലമെൻ്ററി സ്ഥാനങ്ങളിലും വർദ്ധിപ്പിക്കുന്ന ഒരു പാർട്ടിയാണ് CPIM. SFIക്കെതിരെ ഒരുപാട് വിമർശനങ്ങൾ വരുന്നുണ്ടല്ലോ. അപ്പം ആ സംഘടന കുറച്ചുകൂടിയൊക്കെ നന്നാവാനുണ്ടെന്നൊരു തോന്നലുണ്ടോ, അതോ ഇത് രാഷ്ട്രീയമായ എതിർപ്പാണോ? SFIയെ സംബന്ധിച്ചിടത്തോളം അതിന് ഭയങ്കര ഒരു വളരെ ഗംഭീരമായിട്ടുള്ള ഒരു പാരമ്പര്യം തന്നെയാണ് അതിനുള്ളത്. അതിലാർക്കും സംശയം ഉണ്ടാവേണ്ട കാര്യമില്ല. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെയും പൊതുവിദ്യാഭ്യാസ മേഖലയുടെയും ഗുണാത്മകതയെ വർദ്ധിപ്പിക്കുന്നതിന് വലിയ സംഭാവന ചെയ്ത ഒരു പ്രസ്ഥാനം തന്നെയാണ് SFI. പിന്നെ SFIയിലൂടെ കടന്നു വന്ന ഒട്ടേറെ പൊതുപ്രവർത്തകർ വളരെ മാതൃകാപരമായ നിലയിൽ ഉയർന്ന് പ്രവർത്തിക്കാൻ കെൽപ്പുള്ളവരായിട്ടുണ്ട് എന്നുള്ളതും നമ്മുടെ നാടിന് മുതൽക്കൂട്ടായിട്ട് കിട്ടിയ ഒരു കാര്യമാണ്. അപ്പോൾ ആ ഒരു ചരിത്രത്തിൻ്റെയും പാരമ്പര്യത്തിൻ്റെയും അടിത്തറയിൽ നിന്നുകൊണ്ട് കാലത്തിന് അനുസൃതമായിട്ടുള്ള മാറ്റങ്ങളെ കൂടി ഉൾക്കൊണ്ടുകൊണ്ട് ഏറ്റവും മാതൃകാപരമായിട്ട് പ്രവർത്തിക്കേണ്ട ഒരു വിദ്യാർത്ഥി സംഘടനയാണ് SFI. കാരണം ഇന്ന് ഭൂരിപക്ഷം വിദ്യാർത്ഥികളുടെയും പിന്തുണ ഉള്ള ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനമായിട്ട് തന്നെ അത് അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. ആ നിലയിൽ കുറേ കൂടി ജാഗ്രതയോടുകൂടി ആ പ്രസ്ഥാനം മുന്നോട്ട് പോകേണ്ടതുണ്ട്. കാരണം എന്ത് ചെറിയ കാര്യത്തിനും SFIയെ പഴിക്കുന്ന ഒരു രീതിയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. പ്രതിസ്ഥാനത്ത് KSU ആണെങ്കിൽ അതിൽ കുഴപ്പമില്ല, അതാണ് ഒരു സമീപനം. അപ്പോൾ അതുകൊണ്ട് SFI പ്രസ്ഥാനത്തിൽ അണിനിരക്കുന്നവർ, പ്രത്യേകിച്ച് അതിൻ്റെ നേതൃത്വം, കൂടുതൽ വിജിലൻ്റായിട്ട് മുന്നോട്ട് പോകേണ്ട ഒരാവശ്യമുണ്ട് എന്നുള്ളതാണ് ഞാൻ കാണുന്നതായ കാര്യം. പിന്നെ മറ്റൊരു കാര്യം SFI ശ്രദ്ധിക്കേണ്ടത്, ഞങ്ങളുടെയൊക്കെ കാലത്ത് ക്യാമ്പസുകളിൽ ഏറ്റവും ധിഷണാശാലികളായി നിന്നിരുന്ന ആളുകൾ, അതുപോലെ കലാസാഹിത്യ പ്രവർത്തനങ്ങളിൽ ഉണ്ടായിരുന്ന ആളുകൾ, അവരെയൊക്കെ തെരഞ്ഞു പിടിച്ച് പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഒരു ബോധപൂർവമായ പരിശ്രമം നടത്തിയിരുന്നു. അത് തുടരണം. അതിപ്പോൾ ഇല്ല എന്ന് പറയാൻ പറ്റില്ല, ഇപ്പോഴും ഉണ്ട്. പക്ഷേ അന്ന് അത് കുറച്ച് കൂടുതലായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം ഞാൻ SFIയുടെ ഭാഗമായിട്ടല്ലല്ലോ നിൽക്കുന്നത്, അതുകൊണ്ട് എത്രത്തോളം അതിലുണ്ട് എന്ന് എനിക്കറിയാൻ വയ്യ. പക്ഷേ ഞങ്ങളുടെ കാലത്ത് അതുണ്ടായിരുന്നു. അത് തീർച്ചയായിട്ടും ആ സംഘടനയ്ക്ക് മാത്രമല്ല സമൂഹത്തിന് തന്നെ വലിയ മുതൽക്കൂട്ടായിട്ടുണ്ട്. എഡ്യൂക്കേഷൻ മിനിസ്റ്ററുടെ ആയതുകൊണ്ട് ഈ റാഗിങ് ഇൻസിഡൻസ് ഒക്കെ കൂടുന്നുണ്ട്. SFIയുടെ ഒരു റോള് അപ്പോഴും കൂടുതലായി ചർച്ച ചെയ്യുന്നുണ്ട്. എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഈ റാഗിങ് കൂടുമ്പോൾ അതിൽ സ്വാഭാവികമായിട്ട് SFI ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനകളുടെ ഒരു ഫെയിലിയർ കൂടെ ഇല്ലേ? റാഗിങ് അങ്ങനെ വർദ്ധിക്കുന്നു എന്നൊന്നും പറയാൻ പറ്റില്ല. അതൊക്കെ ഈ പത്രമാധ്യമങ്ങളുടെ ഒരു പെരുപ്പിക്കലും കൂടിയാണ്. പണ്ട് ഉണ്ടായിരുന്നില്ലേ റാഗിങ് അങ്ങനെ ഒരുപാട് പെട്ടെന്ന് ഒരുപാട് വർദ്ധിച്ചു എന്ന് ഇല്ല. ഞാൻ പറയട്ടെ, അല്ല, റാഗിങ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിലല്ല അധികമായി നടന്നത്. 2 എണ്ണം ഇപ്പോൾ നടന്നു എന്ന് പറയുന്ന 3 ഇൻസിഡൻ്റാണ് ഇപ്പോൾ ഈ റീസെൻ്റ്ലി ഉണ്ടായത്. അതിൽ 2 എണ്ണം, ഒന്ന് വെറ്റിനറിയാണ്, ഒന്ന് നഴ്സിംഗ് ആണ്. അത് ആരോഗ്യ സർവകലാശാല, നമ്മുടെ വകുപ്പല്ല. ഗവൺമെൻറ് കോളേജിൽ നടന്നതാണ് നമ്മുടെ വകുപ്പ് തിരിച്ച് പറയല്ല ഞാൻ. പക്ഷേ റാഗിങ്ങിനെതിരായിട്ടുള്ള അതിശക്തമായ ക്രമീകരണങ്ങൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നമ്മുടെ വകുപ്പുമായി ബന്ധപ്പെട്ട് ഇതിനകം എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ റാഗിങ് ഇപ്പോൾ ഒരു പെട്ടെന്നുണ്ടായ പ്രവണതയാണോ എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ പൊതുവിൽ യുവജനങ്ങളുടെ ഇടയിൽ ഒരു വന്യതയും ഹിംസാത്മകതയും ഒക്കെ വർദ്ധിച്ചിട്ടുണ്ട്. അതിന് പല കാരണങ്ങളുണ്ട്. കുടുംബത്തിനകത്ത് വളരെ വീർപ്പുമുട്ടുന്ന അന്തരീക്ഷത്തിലാണ് ഓരോ കുട്ടിയും വളരുന്നത്. ഇപ്പോൾ ഞാനും നിങ്ങളുമൊക്കെ കുട്ടികളായിരുന്ന സമയത്ത് പുറത്ത് സമൂഹത്തിൽ എത്രമാത്രം പോകാൻ നമുക്ക് അവസരം ഉണ്ടായിരുന്നു. എല്ലാ കുട്ടികളും സമപ്രായക്കാർ കൂടി കളിക്കുക, അല്ലേ, എല്ലാവരും ഒരുമിച്ചുള്ള ആ സോഷ്യലൈസേഷന് വളരെയധികം സ്കോപ്പ് ഉണ്ടായിരുന്നു. നമ്മുടെ വീടുകളിൽ തന്നെ വഴി കൂടെ പോണ എത്ര ആൾ വന്ന് പോവാറുണ്ട്, എത്ര ആളായിട്ട് കുട്ടിക്ക് സംവദിക്കാൻ സാധിക്കും. അതുപോലെ അമ്മൂമ്മയും മുത്തച്ഛനും ഒക്കെ ഉണ്ടാവുമ്പോൾ ഒരു ഇമോഷണൽ സെക്യൂരിറ്റിയുടെ വിഷയം ഉണ്ടായിരുന്നില്ല.
ഇപ്പം അടഞ്ഞ വാതിലിൻ്റെ ഉള്ളിൽ മൊബൈലിൽ കേന്ദ്രീകരിച്ചിരിക്കുന്ന അച്ഛനമ്മമാരും ഒക്കെയാണ് ഉള്ള സമയം തന്നെ. അപ്പോൾ കുട്ടികൾക്ക് കുറേ കാര്യങ്ങൾ അവരുടെ ഉള്ളിൽ മുട്ടിത്തിരിയുന്നത് പങ്കുവയ്ക്കാൻ പോലും ആരുമില്ല. അപ്പോൾ ആ നിലയിലുള്ള ഒരു വലിയ സമ്മർദ്ദം, ആന്തരികമായിട്ടുള്ള ഒരു പ്രക്ഷുബ്ധാവസ്ഥയെ കൂടെയാണ് ഓരോ കുട്ടിയും കടന്നു പോകുന്നത്. വലിയ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യമാണത്. അപ്പോൾ അത് ചാനലൈസ് ചെയ്യാൻ പ്രോപ്പർലി പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അത് വേറെ ദിശയിലേക്ക് പോകും. അതാണിപ്പോൾ ഈ നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യം. ഇതിൽ ഈ മയക്കുമരുന്നിനെ കുറിച്ച് ഇപ്പോൾ ഒരുപാട് ബോധവൽക്കരണത്തിനൊക്കെ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ടല്ലോ. ഈ ഉന്നത വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ആ വിദ്യാർത്ഥികൾക്കിടയിൽ അതിൻ്റെ ഒരു സ്വാധീനത്തെക്കുറിച്ച് എന്തെങ്കിലും ഒരു ധാരണ നമുക്കുണ്ടോ? ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ മാത്രമല്ല, അതെ, ഇപ്പോൾ പൊതുസമൂഹത്തിലും ലഹരിയുടെ അവൈലബിലിറ്റി കൂടുന്നുണ്ട്. അതിൻ്റെ പ്രധാന കാരണം ഇത് ഇവിടെ മാത്രമുള്ള ഒരു സംഭവമല്ലല്ലോ, ആഗോളതലത്തിൽ വിരിക്കപ്പെട്ട ഒരു വലയാണ് ലഹരി മാഫിയയുടേത്. അത് കേരളത്തിലേക്കും അതിർത്തി കടന്ന് വരുന്നു എന്നുള്ളത് ആശങ്കയോടുകൂടി തന്നെ നമ്മൾ കാണേണ്ട കാര്യമാണ്, പ്രത്യേകിച്ച് രാസപദാർത്ഥങ്ങൾ ഉൾപ്പെടെ. അതിന് വലിയ വിജിലൻസ് സാമൂഹ്യമായ നിലയിൽ നമുക്ക് കൊടുക്കാൻ പറ്റണം. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ധാരാളം പ്രചരണ പരിപാടികളൊക്കെ നമ്മൾ നടത്തുന്നുണ്ട്, ക്യാമ്പയിൻസൊക്കെ നടത്തുന്നുണ്ട്. പക്ഷെ അത് മാത്രം പോരാ, സാമൂഹ്യമായിട്ടുള്ള ജാഗ്രതാ കാര്യത്തിൽ കൂടുതലായിട്ടുണ്ടാവണം. അതിനാണിപ്പോൾ മുഖ്യമന്ത്രിയൊക്കെ ഒരു ശ്രമം നടത്തുന്നത്. വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് ഒരു ശക്തമായ മൂവ്മെൻ്റായിട്ട് തന്നെ ലഹരിക്കെതിരായിട്ടുള്ള പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ പദ്ധതി ആസൂത്രണം ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടായിരിക്കും ഇതിങ്ങനെ ഉപഭോഗം ഇത്രയും വർദ്ധിക്കാൻ കാരണം? അതിന് പല കാരണങ്ങളുണ്ട്. ഞാൻ പറയട്ടെ, സമയം കുറേ ആയിപ്പോയി അല്ലേ? പറയുകയാണെങ്കിൽ അതിന് കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ആഗോളവൽക്കരണ കാലത്തൊക്കെ ഉണ്ടാവുന്ന കുറേ ഡിസില്യൂഷൻമെൻ്റ് ഉണ്ട്. ജീവിതത്തിൽ ആഡംബര കാപട്യങ്ങളാണ്, അല്ലെങ്കിൽ ജീവിതത്തിൽ നമ്മൾ ആർജിക്കേണ്ട ചില സക്സസിൻ്റെ പ്രതീകങ്ങളായ ചില കാര്യങ്ങളുണ്ട് എന്ന് കുട്ടികളിൽ കുട്ടിക്കാലം മുതലേ കുത്തിവെക്കുകയാണ്. മത്സരാധിഷ്ഠിതമായിട്ടുള്ള ഒരു സമൂഹം, അതിൽ ഉപഭോഗ താല്പര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക. അപ്പോൾ മികച്ച ഫോൺ വാങ്ങലോ മോട്ടോർ ബൈക്ക് വാങ്ങലോ വാച്ച് വാങ്ങലോ ഒക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് കുട്ടികൾ ധരിക്കുക. അതിന് സാധിക്കാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ഡിസില്യൂഷൻമെൻറ്റ്, ഈ പ്രതീക്ഷകൾക്കൊത്ത് മുന്നോട്ട് പോകാൻ കഴിയാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഫ്രസ്ട്രേഷൻ, ഇതൊക്കെ ഇതിന് കാരണമാകുന്നുണ്ട്. പിന്നെ വീടുകളിലെ ഈ ഇമോഷണൽ റിലേഷൻഷിപ്സൊക്കെ തന്നെ വീക്കാവണത് ഒരു കാരണമാണ്. വളരെ ദുർബലമായിക്കൊണ്ടിരിക്കുകയാണ് മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങൾ. വേണ്ടത്ര കമ്മ്യൂണിക്കേഷൻ നടക്കാത്ത സാഹചര്യം, ഈ സൊസൈറ്റിക്കകത്ത് നിന്ന് വിഡ്രോ ചെയ്ത് അടഞ്ഞ വാതിലുകൾക്കുള്ളിലായി പോകുന്നത് ഒരു വലിയ പ്രശ്നം തന്നെയാണ് കുട്ടികളുടെ മാനസികാവസ്ഥയ്ക്ക് ഉണ്ടാക്കുന്നത്. അതിൻ്റെ ഗൗരവം നമ്മൾ വേണ്ടത്ര മനസ്സിലാക്കുന്നില്ല മുതിർന്നവർ. ഇതോടൊപ്പം തന്നെ ഈ ആശാ വർക്കർമാരുടെ സമരത്തിൽ ടീച്ചറൊക്കെ എടുക്കുന്ന സമീപനങ്ങളോട് ഭയങ്കരമായിട്ടുള്ള ഒരു വിമർശനം. ആശാ വർക്കർമാരുടെ സമരത്തോട് ഞാൻ എന്ത് സമീപനം എടുത്തു എന്നാണ് നിങ്ങൾ കരുതുന്നത്? പറഞ്ഞത് മുഴുവൻ കേൾക്കാതെ അതിൽ നിന്ന് അടർത്തിയെടുത്ത് ഒരു വാചകം കേട്ട അഭിപ്രായം പറയരുത്. ഞാൻ പറഞ്ഞത് ഞങ്ങളുടെ പ്രസ്ഥാനമാണ്, LDF മാത്രമല്ല, ഞാൻ മഹിളാ അസോസിയേഷൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗ. ഞങ്ങളുടെ സംഘടന ഓരോ കേന്ദ്ര കമ്മിറ്റി യോഗത്തിലും അജണ്ട വെച്ച് ചർച്ച ചെയ്യുന്ന കാര്യമാണ് ആശമാരുടെ, അംഗനവാടി വർക്കർമാരുടെ, സ്കീം വർക്കേഴ്സിൻ്റെ സേവന വേതന സാഹചര്യങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഞങ്ങൾക്ക് നന്നായി കൃത്യമായി അറിയുന്ന വിഷയമാണത്. അപ്പോൾ എല്ലാ കാലത്തും ആശമാർക്ക് ഒപ്പം സമരമൊക്കെ ചെയ്തിട്ടുള്ള ആളാണ് ഞാൻ. അപ്പോൾ അവരുടെ സമരത്തിനെ അപലപിക്കുകയല്ല ചെയ്തത്. സമരത്തിൻ്റെ മുന LDFൻ്റെ നേർക്ക് വച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ നേർക്ക് വയ്ക്കുന്നു. കേന്ദ്ര ഗവൺമെൻറ്റിനോട് പരാതിയില്ല, ആ വിഷയമാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞത് സമഗ്രതയിൽ അവതരിപ്പിക്കാതെ രണ്ട് വാചകം അടർത്തിയെടുത്തിട്ട് പറഞ്ഞിരിക്കുകയാണ്. ഞാൻ വളരെ അനുഭാവപൂർണമായിട്ട് തന്നെയാണ് സംസാരിച്ചത്. ആശമാരായിട്ടുള്ള ആ സഹോദരിമാർ, അതിലൊരു ചെറു ന്യൂനപക്ഷമാണ് SUCIയുടെ പേരിൽ സമരം ആരംഭിച്ചത്. അപ്പോൾ അവിടെ BJP കേന്ദ്രമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപി വന്നപ്പോൾ അവർ മണിമുറ്റത്ത് ആവണിപ്പന്തൽ എന്ന് പറഞ്ഞ് പാട്ട് പാടും, ഡാൻസ് ചെയ്യുക, ഒരു കാര്യം പോലും അവരുടെ സമരത്തിൻ്റെ ഒരു അവകാശം സംബന്ധിച്ച്, ഡിമാൻഡ് സംബന്ധിച്ച് അവർ ഒരു കാര്യവും മുന്നോട്ട് വച്ചില്ല. തന്നെയല്ല, പിന്നെ സമരത്തിൻ്റെ രണ്ടാം ഘട്ടത്തിന് നോട്ടീസ് കൊടുക്കുന്നത് BMS ആണ്.
ആ കാര്യമാണ് ഞാൻ സൂചിപ്പിച്ചത്. BJPയുടെ കയ്യിൽ വടിയാകരുത്, കേന്ദ്ര ഗവൺമെൻറ്റിനോടും കൂടി ചോദിക്കാനുള്ള ഒരു തൻ്റെ ഇടം വേണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അതിൽ ആ ഒരു ഭാഗം മാത്രം അടർത്തിയെടുത്ത് തലക്കെട്ട് വേറെ കൊടുത്ത് തങ്ങളുടെ വ്യാഖ്യാനങ്ങൾ കൊടുത്ത് പൊലിപ്പിച്ച് ആശാമാർക്ക് എതിരാണ് ഞാനിന്ന് വരുത്തി തീർക്കുകയാണ് ചെയ്യുന്നത്. സമരം അവസാനിപ്പിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം ഇടതുപക്ഷ സർക്കാരിനില്ലേ? അതിനവരെ വിളിച്ചല്ലോ, അവരെ വിളിച്ച് സാധ്യമായ കാര്യങ്ങൾ വിശദീകരിച്ചല്ലോ. ഇപ്പോൾ ഉപാധിരഹിതമായിട്ട് തന്നെ അവർക്ക് ഓണറേറിയം കൊടുക്കാമെന്നൊക്കെ പറഞ്ഞല്ലോ. അതിലപ്പുറം നിങ്ങൾ അതിനെക്കുറിച്ച് ഞാൻ സമയമുണ്ടെങ്കിൽ വിശദീകരിക്കാവുന്നതാണ്. അതായത് 1000 രൂപയായിരുന്നു ഉമ്മൻചാണ്ടി സർക്കാർ ഭരണം നിർത്തി പോകുമ്പോൾ. അത് ഓരോ വർഷവും ക്രമപ്രവൃത്തമായ രീതിയിൽ കൊണ്ടുപോയി ഇപ്പോൾ 7000 രൂപ ഓണറേറിയം അവർ വാങ്ങുന്നു. നമ്മുടെ രാജ്യത്ത് ഏറ്റവും ഉയർന്ന ഓണറേറിയം നിരക്കാണത്. അത് കൂടാതെ ഓരോ സേവനത്തിനും ഇൻസെൻറ്റീവ് ഉണ്ട് അവർക്ക്. അപ്പോൾ ഏതാണ്ട് 13,000 രൂപ വരെ അവർക്ക് കിട്ടാം കേരളത്തിൽ. ഇതര സംസ്ഥാനങ്ങളിലൊക്കെ 5,000, 3,000 ഒക്കെയാണ് അവർക്ക് കിട്ടുന്നത്. കേന്ദ്ര ഗവൺമെൻറ് ആകട്ടെ അവരെ സന്നദ്ധ സേവകരായിട്ട് മാത്രമാണ് അംഗീകരിക്കുന്നത്. അവരെ തൊഴിലാളികളായിട്ട് കേന്ദ്ര ഗവൺമെൻറ് അംഗീകരിച്ചാൽ അവർക്ക് മിനിമം വേജസ് കൊടുക്കാൻ സാധിക്കും. ഇതൊക്കെ നിയമം ഉണ്ടല്ലോ അതിന്. തന്നെയല്ല, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയിൽ അണിനിരക്കുന്ന ആശമാരുടെ ഓണറേറിയം ഇൻസെൻറ്റീവുമായി ബന്ധപ്പെട്ട ഈ ഡിമാൻഡ്സ് അവരാദ്യം ഉയർത്തേണ്ടത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മുന്നിലാണ്. ഞങ്ങളുടെ മഹിളാ പ്രസ്ഥാനം ഉൾപ്പെടെ ആശമാരോട് ചേർന്ന് നിന്നുകൊണ്ട് ഉയർത്തുന്ന ഒരു ഡിമാൻഡ് എന്ന് പറയുന്നത് അവരെ തൊഴിലാളികളായിട്ട് അംഗീകരിക്കണം, അപ്പോൾ മിനിമം വേജസ് അവർക്ക് കൊടുക്കണം എന്ന നിലയിലാണ്. സമരക്കാർ പറയുന്നത് അവര് ഈ ഡിമാൻഡ് അവർ ഉന്നയിക്കുന്നുണ്ട്, തൊഴിലാളികളായിട്ട് അംഗീകരിക്കണമെന്നുള്ളത്. അത് ചെയ്യേണ്ടത് കേരളമല്ല, അത് ചെയ്യേണ്ടത് കേന്ദ്ര ഗവൺമെന്റ്. സംസ്ഥാന സർക്കാരിന് എന്തെങ്കിലും ചെയ്തുകൂടെ? ഓണറേറിയം വർദ്ധിപ്പിച്ചല്ലോ, ഇത്രയും ഓണറേറിയം 7 ഇരട്ടി വർദ്ധിപ്പിച്ചു കേരള ഗവൺമെന്റ്. 4 വർഷക്കാലം കൊണ്ട് 7 ഇരട്ടി ഓണറേറിയം വർദ്ധിപ്പിച്ചു. 1000 രൂപയിൽ നിന്ന് 7,000 ആക്കി വർദ്ധിപ്പിച്ചു. ഇനി വർദ്ധിപ്പിക്കാൻ കഴിയില്ല. ഇനി സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതിയുടെ കാര്യം നിങ്ങൾക്കറിയാലോ. അതിൻ്റെ ആ ഒരു സ്ഥിതിയിൽ ഇനിയും എങ്ങനെ വർദ്ധിപ്പിക്കുക? ഓരോ വർഷം ആനുപാതികമായിട്ട് വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നല്ല. അത് 7,000 ഒറ്റയടിക്ക് 21,000 ആക്കാൻ സർക്കാരിന് സാധിക്കുമോ? ഇവർ പറയുന്നത് PSC അവർക്ക് ശമ്പളം കൂട്ടി, സർക്കാർ ജീവനക്കാർക്ക് DA അനുവദിച്ചു. അപ്പോൾ താഴ്ന്ന വളരെ അടിസ്ഥാന തലത്തിൽ ആരോഗ്യ പ്രവർത്തനം, അതൊക്കെ ആ പറയുന്ന വിഭാഗങ്ങൾക്കൊക്കെ അവകാശപ്പെട്ട കാര്യങ്ങൾ തന്നെയല്ലേ കൊടുത്തത്. ഇവർക്ക് കേന്ദ്ര ഗവൺമെൻറ് പറയുന്ന പ്രകാരമാണെങ്കിൽ 1000 രൂപയിൽ താഴെയാണ് ഓണറേറിയം. അതുപോലെ ഇൻസെൻറ്റീവുകളും ഒക്കെ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് ആരാണ്? കേന്ദ്ര ഗവൺമെൻറ്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയിൽ അണിനിരക്കുന്ന വോളണ്ടിയേഴ്സാണ് അവർ. അത് ഓണറേറിയം കൂട്ടുന്നതിനേക്കാളും ലെഫ്റ്റിന്റെ അതിനുള്ള അപ്രോച്ചാണ് എല്ലാവർക്കും പ്രശ്നം ഉണ്ടായത്. ലെഫ്റ്റിൻ്റെ അപ്രോച്ച് വളരെ അവരോട് കൺസിഡറേറ്റ് ആണ്. ആശമാരോട് ഏറ്റവും അധികം ചേർന്ന് നിന്നിട്ടുള്ളത് ലെഫ്റ്റ് തന്നെയാണ്. അവരോടൊപ്പം സമരം ചെയ്തിട്ടുള്ളതും എല്ലാ കാലത്തും അവർക്കറിയാം. ഇപ്പൊ സമരത്തിന് ഇരിക്കണവർക്കും അറിയാം. ഏതാ ഇൻസൾട്ടിങ് റിമാർക്ക്? CITU നേതാക്കൾ നടത്തിയ കാര്യം ഞാൻ ഇൻസൾട്ട് ചെയ്തിട്ടില്ല കേട്ടാ. നിങ്ങളത് മുഴുവനൊന്ന് കേട്ടു നോക്കൂ. രണ്ട് കാര്യം കൂടെ ചോദിച്ചു വിട്ട് ചെറിയ കാര്യം സമയമായെന്നറിയാം. ഒന്ന്, ഈ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി എന്ന് പറയുമ്പോൾ പൊതുവെ നമ്മൾ വളരെ സീരിയസ് ആയ ഒരാളിനെ ആയിട്ടാണ് കാണുന്നത്. പക്ഷെ ടീച്ചറ് നൃത്തം ചെയ്യുന്നു. അതൊക്കെ ഞാൻ ബോധപൂർവം ചെയ്യുന്ന കാര്യങ്ങളാ. മന്ത്രിയൊക്കെ ആണ് എന്നുള്ളത് കൊണ്ട് ഇങ്ങനെ ഊതി വീർപ്പിച്ച് നടക്കണം എന്നുള്ളതിനെ ഒന്ന് പൊളിക്കാൻ തന്നെയാണ് അതൊക്കെ ചെയ്തത്. ഇപ്പം ഞാൻ 35 കൊല്ലം കഴിഞ്ഞിട്ടാ കഥകളി കളിച്ചത്. അത് ബോധപൂർവം ചെയ്തത് തന്നെയാണ്. പല കാര്യവും ഞാൻ ബോധപൂർവം ചെയ്യുന്നുണ്ട് അത് പൊളിക്കാൻ. ഇപ്പോൾ മന്ത്രിയാണെങ്കിൽ ഇങ്ങനെ ബലം പിടിച്ച് നടക്കണം എന്നാണല്ലോ നമ്മുടെ സാമ്പ്രദായിക ധാരണ. ആ കുമിളൊന്ന് പൊട്ടിക്കണം എന്ന് വിചാരിച്ച് ഒരുപാട് കാര്യം ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ വാലന്റൈൻസ് ഡേക്ക് ഒരു കവിത എഴുതിയിട്ടു എന്ന് പറഞ്ഞിട്ട് കുറേ പറഞ്ഞല്ലോ. അതൊക്കെ ബോധപൂർവം ചെയ്യണത് തന്നെയാണ്. ഇഷ്ടം പോലെ കവിത കഴിച്ചാൽ പൊട്ടാത്തതും ഉണ്ട്. പക്ഷെ ഇത് കിടക്കട്ടെ എന്ന് വിചാരിച്ചു. അതിന്റെ കാര്യം തന്നെ ചോദിക്കട്ടെ, മറ്റ് ലെഫ്റ്റ് ലീഡേഴ്സിനെ വെച്ചിട്ട്, ലെഫ്റ്റ് വനിതാ ലീഡേഴ്സിനെ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ട്രോൾ ചെയ്യപ്പെടുന്ന ടീച്ചറാണ് സോഷ്യൽ മീഡിയയിൽ. അത് ഞാൻ തന്നെ പറയണത് ശരിയല്ല. അതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല. ട്രോൾ ചെയ്യപ്പെടുന്നതിൻ്റെ അർത്ഥം നമ്മളെ ശ്രദ്ധിക്കപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ്.
അതിലൊന്നും കുലുങ്ങില്ല. ഞാൻ പറഞ്ഞല്ലോ, കുറേ പരീക്ഷണങ്ങൾ, അഗ്നി പരീക്ഷണങ്ങൾ തന്നെ കഴിഞ്ഞ് ഇവിടെ എത്തിയതാണ്. 40-45 വർഷമായി തുടങ്ങിയിട്ട്. അത് ഈ ട്രോൾ ചെയ്യണവർക്ക് അറിയില്ല. അതുകൊണ്ടാണ് അവർ ഇങ്ങനെയൊക്കെ പറയുന്നത്. അറിയുന്നവർ പറയൂല.